സോ ആദ്യം നമ്മുടെ കോഴ്സിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം നമുക്ക് ഈ ഒരു പരീക്ഷയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കി ഇതിൻ്റെ കാര്യങ്ങളിലോട്ടൊക്കെ പോകും. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ആദ്യമായിട്ടൊരു പരീക്ഷ, ഒരു ബാങ്ക് എക്സാം ജീവിതത്തിൽ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ആളുകളുണ്ടോ ഇതിനകത്ത്? ഫസ്റ്റ് ടൈം ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ട്. യെസ്, ഓക്കെ ഓക്കെ. ഒരുപാട് ആളുകൾ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ബാങ്ക് എക്സാം എഴുതാൻ പോവുകയാണ്. സോ പലരുടെയും കന്നി അംഗമാണ്. ഓക്കെ, യെസ്. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ബാങ്ക് പരീക്ഷകളെ പറ്റി കുറേ ധാരണകളുമുണ്ട്, കുറേ അബദ്ധ ധാരണകളുമുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ യൂട്യൂബിൽ നോക്കിയാൽ നമ്മൾ ഈ ബാങ്ക് എക്സാംസ് എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. അപ്പം അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും എന്നാൽ കുറച്ച് നമ്മുടെ ഈ SBIക്ക് മാത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്തായാലും പറഞ്ഞു നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാവരും പരീക്ഷ അപ്ലൈ ചെയ്തായിരുന്നോ? അപ്ലൈ ചെയ്യാനുള്ള അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഒക്കെ ആക്റ്റീവ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് തുടങ്ങാം. യെസ്, ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. ആദ്യമേ തന്നെ ചെയ്യുക. കാരണം അവസാന നിമിഷത്തിലേക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കഴിയുന്നത്ര വേഗത്തിൽ ആ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഇപ്പം ജനുവരി 7-ാം തീയതി വരെ നമ്മളുടെ ഈ SBI ക്ലർക്ക് പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം. അപ്പോൾ പലരും ചെയ്യുന്നത് ജനുവരി 7 അല്ലേ, ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ച് പതുക്കെയൊക്കെ അപേക്ഷിക്കാം എന്ന് പറയും. ഈ SBI എന്ന് പറയുമ്പം SBIയുടെ പരീക്ഷകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. പ്രീമിയം പരീക്ഷകളാണ്. എന്ന് പറഞ്ഞാൽ SBI തന്നെ ഇത് മാർക്കറ്റ് ചെയ്യും. ഇപ്പൊ ബാക്കി പരീക്ഷകളൊക്കെ, ബാങ്കിന് മറ്റ് പരീക്ഷകളൊക്കെ ഉണ്ട്. ഇപ്പൊ IBPS ക്ലർക്ക്, IBPS PO, അതൊക്കെ എന്താണെന്ന് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറയാം. IBPS ക്ലർക്ക്, IBPS PO, റിസർവ് ബാങ്കിന്റെ പരീക്ഷ വരും. അല്ലാതെ ചിലപ്പം അല്ലാതെയുള്ള ബാക്കി പരീക്ഷകളൊക്കെ ബാങ്കിങ് മേഖലയിലെ എക്സാംസ് ഉണ്ടാവും. പക്ഷെ ആ പരീക്ഷകൾക്കൊന്നും തന്നെ ഒരു വലിയൊരു മാർക്കറ്റിംഗ് ഇല്ല. പക്ഷേ SBI എന്ത് ചെയ്യുന്ന അറിയാം, അവരിത് പത്രത്തിലൊക്കെ പരസ്യമൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അപേക്ഷിക്കുന്ന ഒരു പരീക്ഷയാണ് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പരീക്ഷകൾ എന്ന് പറയുമ്പോൾ. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഇതിന്റെ പുറകെ ഇതിന്റെ വലിയേട്ടൻ എന്ന് പറയുന്ന പരീക്ഷയുണ്ട്, SBI PO, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊബേഷണറി ഓഫീസർ. അപ്പൊ അതൊക്കെ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന പരീക്ഷയാണ്. ഒരുപാട് ആളുകൾ, എല്ലാവരുടെയും ഒരു ഡ്രീം ജോബാണ്. ബാങ്കിൽ ഏത് ബാങ്ക് വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവരും പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് തന്നെയായിരിക്കും. കാരണം ഇന്ത്യയുടെ പ്രീമിയം ബാങ്കാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്കാണ്, രാജ്യത്തെ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകളുള്ള ബാങ്കാണ്, ഗവൺമെന്റിന്റെ സ്വന്തം ബാങ്കാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്വന്തം ബാങ്കാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതയുണ്ട്. ബാങ്കുകൾക്കിടയിലെ വലിയേട്ടനാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ജോലിക്ക് എപ്പോഴും ഒരു പ്രീമിയം ഫീലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഇത് ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്യും. കാരണം ബാങ്കിന് നല്ലൊരു റവന്യൂ കൂടെയാണിത്. കാരണം 750 രൂപയാണ് ജനറൽ കാറ്റഗറിയുടെ കയ്യിൽ നിന്ന് അവർ ഫീസ് വാങ്ങിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാങ്കിന് ഇതൊരു റവന്യൂ മാർഗം കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ പറഞ്ഞു വന്നത്, അവസാന നിമിഷം നിങ്ങൾ അപേക്ഷിക്കാനിരിക്കുമ്പം ഒരുപാട് ആളുകൾ ഈ ഒരു സെർവറിലേക്ക് ഇടിച്ചു കയറുകയും ചിലപ്പോൾ സെർവർ ജാം ആവുകയും നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാതെ പറ്റുക, ലാസ്റ്റ് മിനിറ്റിലേക്കൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ഇനിയുള്ളവർ ഇന്നോ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് 2-3 ദിവസത്തിനകത്ത് എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പം നമുക്കിനിയും ഈ ഒരു നോട്ടിഫിക്കേഷൻ അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ എലിജിബിലിറ്റിയാണ്. നമുക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റുമോ? am I ക്വാളിഫൈഡ്? ഞാൻ ഈ എക്സാമിന് വേണ്ടി ക്വാളിഫൈഡ് ആണോ എന്ന് നമുക്കറിയാൻ പറ്റണം, അല്ലേ? അപ്പോൾ എലിജിബിലിറ്റി, ഒരു ബാങ്ക് എക്സാംസിന്റെ എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ പ്രധാനമായും 2 ഘടകങ്ങളാണ്. ഒന്ന് ഏജ്, 2 എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഏത് ബാങ്കിൽ പ്രധാനമായിട്ട് മക്കളെ 2 ജോലികളാണുള്ളത്. ഒന്ന് ഓഫീസർ കാറ്റഗറിയിലുള്ള ജോലികൾ, 2 ക്ലറിക്കൽ കേഡറിലുള്ള ജോലികൾ. ഈ ക്ലറിക്കൽ കേഡറിലുള്ള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ബാങ്കിൽ പോയിട്ടുള്ളവരായിരിക്കും. നിങ്ങൾ ബാങ്കിൽ ചെല്ലുന്ന സമയത്ത് അവിടെ നമുക്കിപ്പോൾ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കണം, അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടണം. പ്രധാനമായിട്ടും ബാങ്കിന്റെ ഈ 2 ജോലികളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പം നമ്മൾ അക്കൗണ്ടിൽ നിന്ന് കാശ് എടുക്കണമെങ്കിൽ നമ്മൾ ഒരു പേയിങ് സ്ലിപ്പ്, അകത്തോട്ട് പൈസ ഇടണമെങ്കിൽ ഒരു പേയിങ് സ്ലിപ്പ്, അത് നമ്മൾ എഴുതി കൊടുക്കുക. അപ്പോൾ അതിലെ കാര്യങ്ങളെല്ലാം നോക്കി വെരിഫൈ ചെയ്യുന്ന ഒരു ഓഫീസർ ഉണ്ടായിരിക്കും. അദ്ദേഹം അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഈ ക്ലറിക്കൽ ജോബ് എന്ന് പറയുന്നത്. അതാണ് ഈ ബാങ്കിലെ ക്ലർക്ക് ജോലി എന്ന് പറയുന്നത്. അതുപോലെ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരായിരിക്കും. അവർ ചെയ്യുന്ന ജോലിയൊക്കെ ഓതറൈസ് ചെയ്യുന്ന ജോലിയാണ് ഈ അടുത്ത ലെവൽ ഓഫീസർ എന്ന് പറയുന്നത്. ക്ലർക്കിന്റെ മുകളിൽ വരുന്ന ജോലി അവരെയാണ് നമ്മൾ ഓഫീസേഴ്സ് എന്ന് പറയുക. അതിൽ വരുന്നതാണ് ഈ പ്രൊബേഷണറി ഓഫീസർ, അത് കഴിഞ്ഞിട്ട് അസിസ്റ്റന്റ് മാനേജർ, പിന്നെ അതിന്റെ മുകളിലേക്ക് മാനേജർ, അങ്ങനെ പോകുന്ന ജോലികളൊക്കെ. അപ്പൊ ഈ ക്ലറിക്കൽ കേഡർ ജോലി എന്ന് പറയുമ്പോൾ അതിനൊരു പ്രായപരിധി, ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്
ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ 20-നും 28-നും വയസ്സ്. അപ്പോൾ ഈ വയസ്സ് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ നോക്കിക്കോണം. അതിനകത്തിൽ എല്ലാ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അവരൊരു ഡേറ്റ് പറയും. ഇപ്പം 1/4/2024 എന്ന ഡേറ്റ് വെച്ചിട്ടാണ് പ്രായം കണക്കാക്കുക. അപ്പൊ അതിൽ 2 ഡേറ്റ് അവർ പറഞ്ഞിരിക്കുക. എന്താണ്? 2/4/1996 മുൻപ് ജനിച്ചവരായിരിക്കരുത്. ജനറൽ കാറ്റഗറിക്കാണ് ഈ പറയുന്നത്. അതുപോലെ 1/4/2004 കഴിഞ്ഞ് ജനിച്ചവരും ആയിരിക്കരുത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ. അപ്പോൾ OBC എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി. OBC കാറ്റഗറി ആണ് 3 വർഷം ഏജ് റിലാക്സേഷൻ കിട്ടും. ഏതിന്? ഈ അപ്പർ ലിമിറ്റിന്. അപ്പൊ 28 എന്നുള്ളത് അവർക്ക് എത്രയാവും? 28-ഉം 3-ഉം 31 ആവും. SC/ST കമ്മ്യൂണിറ്റി ആണെങ്കിൽ 5 വർഷം അല്ലെ. പിന്നെ പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റി, ജനറലോ EWSലോ വരുന്ന, EWS എന്ന് പറയുമ്പോൾ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് എന്ന് പറയും. അപ്പോൾ ഇതാണ് ഈ ഏജിന്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ 20-നും 28-നും ജനറൽ കാറ്റഗറിക്കാണ്. ബാക്കിയുള്ളവർക്ക് അവരുടെ കൺസിഡറേഷൻ വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ഏജ് ഈ പറഞ്ഞ പോലെ SC/ST 5, OBC 3, ഡിസേബിലിറ്റി ഉള്ളവർക്ക് 10, പിന്നെ എക്സ് സർവീസ് മാന് 5, അങ്ങനെയൊക്കെയുള്ള ഓരോ ഇത് ഇവിടെ നിങ്ങൾക്ക് ആ സ്ലൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ നിങ്ങളുടെ ഡേറ്റ് ഓക്കെ ആണോ? വയസ്സ് ഓക്കെ ആണോ? എല്ലാവർക്കും വയസ്സ് ഓക്കെ ആണോ? ആണോ? ആരും മിണ്ടുന്നില്ല, കേൾക്കുന്നില്ലേ? യെസ്, ഓക്കെ. അപ്പോൾ വയസ്സ് ഓക്കെ ആണോ? അപ്പൊ ഇനി അടുത്തപ്പം വയസ്സ് കൊണ്ട് നമ്മൾ അഞ്ചു എന്ത് പറ്റി? ഓക്കെ, നമുക്ക് നോക്കാം. അപ്പം ബാക്കി അടുത്ത കാര്യം സെക്കൻഡ് കാറ്റഗറിയിലേക്ക് നമുക്ക് പോകാം. സെക്കൻഡ് കാറ്റഗറി എന്താണ്? നമ്മളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എസെൻഷ്യൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഗ്രാജുവേഷൻ, ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള നിങ്ങളുടെ ഗ്രാജുവേഷൻ, ഏതെങ്കിലും ഒരു വിഷയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്തിൽ ഒരിക്കലും ഈ ബാങ്ക് ഒരിക്കലും നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾക്ക് ഇന്ന വിഷയം നിങ്ങൾ പഠിച്ചിരിക്കണമെന്നോ, നിങ്ങൾ ഇത്ര ശതമാനം മാർക്ക് വാങ്ങിച്ചിരിക്കണമെന്നോ. ഇപ്പൊ ചില പരീക്ഷകളൊക്കെ പറയും ഡിഗ്രിക്ക് 60% മാർക്ക് ഉണ്ടായിരിക്കണം, 80% മാർക്ക് ഉണ്ടായിരിക്കണം, 70% മാർക്ക് ഉണ്ടായിരിക്കണം, 55% മാർക്ക് ഉണ്ടായിരിക്കണം, 50% മാർക്ക് ഉണ്ടാവും. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു ഡിഗ്രിയും കൊണ്ട് വാ, ജോലി തരാം. ഏതെങ്കിലും. നിങ്ങൾ സംസ്കൃതം പഠിച്ചാലും മതി, BA സംസ്കൃതം ആയിക്കോട്ടെ. റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആയിരിക്കണം. പൊന്നമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ കോളേജ്. മക്കളെ, ഞാൻ ഇതിന്റെ അവസാനത്തെ ഒരു സ്ലൈഡിൽ ക്വസ്റ്റ്യൻസ് എന്നും പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങളെല്ലാം അതിലോട്ട് മാറ്റി വെച്ചു. എല്ലാം നിങ്ങൾ ഒരു പേപ്പറിലോട്ട് എഴുതി വെച്ചു, ചോദിക്കാനുള്ള എല്ലാം പറഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ അങ്ങ് ഇതായി. അതുകൊണ്ട് ഈ ചോദ്യങ്ങളെല്ലാം അവസാനം ഒരു സമയം നമുക്കുണ്ട്. അവസാനം വരെ നിങ്ങൾ ഇരിക്കുക. ഇത് നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പോകാനുള്ളതല്ല. ഇന്ന് എന്തായാലും ഇച്ചിരി സമയം എൻ്റെ കൂടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അവസാനം നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ചോദ്യങ്ങൾക്കുള്ള സംശയമല്ല, എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ. ഓക്കെ. അപ്പം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി, അത് നിങ്ങൾ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആയിരിക്കണം. അതാ ഞാൻ പറഞ്ഞ പൊന്നപ്പൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നുള്ള ഡിഗ്രി വാലിഡ് അല്ല. അപ്പോൾ അത് വാലിഡ് ആയിട്ടുള്ള റെക്കഗ്നൈസ്ഡ്, ഇപ്പോൾ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, അതുപോലെ ഡിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി ആയിട്ടോ, ഇതെല്ലാം വാലിഡ് ആണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഇതെല്ലാം വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളാണ്. ഇതെല്ലാം വെച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാം കേട്ടോ. ഇനി അതിന് മുമ്പ് ഞാൻ ഈ ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് പൊക്കോട്ടെ. നമ്മുടെ കോഴ്സിനെ പറ്റിയാണ്. ഇപ്പോൾ പലർക്കും അത് ആദ്യമേ അറിയാൻ താല്പര്യമുണ്ടാവും. സാധാരണ ഞാനിത് അവസാനമാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയേക്കാം. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളുണ്ട്. നമ്മൾ നടത്തുന്ന ഒരു കോഴ്സ് ഉണ്ട്. നമുക്ക് ആക്ച്വലി 2 കോഴ്സാണുള്ളത്. ബാങ്ക് എക്സാംസിന് വേണ്ടി 2 കോഴ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന്, നിങ്ങൾ ബാങ്കിൽ ഒരു ജോലി കിട്ടിയിട്ടേ പോകാവൂ എന്ന് വിചാരിക്കുന്ന ഒരു കോഴ്സാണ് ബാങ്ക് എക്സാം ചേസർ എന്ന് പറയുന്ന ഒരു കോഴ്സ്. അതൊരു ലോങ് ടൈം കോഴ്സാണ്. അതിന് വാലിഡിറ്റി ഇല്ല. നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് വരെ, ജോലി കിട്ടിക്കഴിഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെയുള്ള ഒരു കോഴ്സാണ്. അതിന് വാലിഡിറ്റി ഇല്ല, അൺലിമിറ്റഡ് വാലിഡിറ്റി. 10,000 രൂപയാണ് ആ കോഴ്സിന് വില. 10,000 രൂപയ്ക്ക് 1 വർഷമല്ല 2 വർഷമല്ല, നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് വരെ എല്ലാ ക്രാഷ് കോഴ്സുകളും അതിനകത്ത് കിട്ടും. ഇപ്പൊ ബാങ്ക് എക്സാം ചേസർ കഴിഞ്ഞ വർഷമൊക്കെ എടുത്തിട്ടുള്ള കുട്ടികൾക്ക് ഇപ്പോൾ അവർക്ക് ഈ ക്ലാസ് അതിനകത്തിൽ കിട്ടും. കാരണം നമ്മൾ ഓരോ പരീക്ഷ വരുമ്പോഴും അതിന്റെ ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ അനൗൺസ്. ഇപ്പൊ നമ്മൾ SBI ക്രാഷ് ഇപ്പൊ നിങ്ങളോട് ഞാൻ വാങ്ങിക്കുന്ന 2,000 രൂപയല്ലേ, അതിന്റെ വാലിഡിറ്റി 1 വർഷമാണ്.
ഇനി ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ വർഷത്തെ ബാങ്ക് എക്സാംസ് ഇങ്ങനെ മാലപ്പടക്കം പോലെ ഓരോന്ന് പുറകെ ഇങ്ങനെ വരും. RRB ക്ലർക്ക് വരും, അതായത് റീജിയണൽ റൂറൽ ബാങ്ക്, നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ക്ലർക്ക്, അതിന്റെ PO, SBI IBPS ക്ലർക്ക്, IBPS PO, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അസിസ്റ്റന്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓഫീസർ, ഇതെല്ലാം വരും. അപ്പോൾ ഇതിന്റെ എല്ലാം കോഴ്സസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് അതിൽ കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് ലൈഫ് ടൈം ആയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. എക്സാംസും വീഡിയോ റെക്കോർഡഡ് ക്ലാസ്സസും ഇതിന്റെ എല്ലാം റെക്കോർഡ്സും എല്ലാം നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാം. അതാണ് നമ്മുടെ മെയിൻ കോഴ്സ്. അതിനെപ്പറ്റി ഞാനിവിടെ പറയുന്നില്ല. അതിപ്പോൾ ഈ പറഞ്ഞപ്പം അതുകൂടെ ഒന്ന് നിങ്ങൾക്ക് ഇപ്പം അയ്യോ സാർ ഞാൻ ഈ കോഴ്സ് എടുത്തു പോയല്ലോ, എനിക്ക് അത് വേണം, ഒരു കുഴപ്പമില്ല, ഇതിന്റെ ബാലൻസ് പേയ്മെന്റ് അടച്ചാൽ നിങ്ങൾക്ക് അതിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേറെ എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും വരുന്നില്ല. അല്ലാതെ അതിന് ഇനി വീണ്ടും നിങ്ങളൊരു ഫർദർ 10,000 അടയ്ക്കേണ്ട. ഇപ്പൊ നിങ്ങൾ നമ്മളെ ഈ ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇതിന് 2,000 അല്ലേ, സോ ബാക്കി 7,999 നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്കുള്ള ആക്സസ് കിട്ടും. അപ്പോൾ ഈ കോഴ്സും കിട്ടും, അതും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മുടെ ഈ കോഴ്സ് ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന ഈ കോഴ്സ് എന്ന് പറയുന്നത് SBI ക്ലർക്കിന് വേണ്ടിയുള്ള ക്രാഷ് പ്രോഗ്രാമാണ്. 1 ഇയർ ആണ് ഇതിന്റെ കോഴ്സ് വാലിഡിറ്റി. മെയിൻസ് എക്സാം വരെയുള്ള ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് വരുന്ന ചില സ്പെഷ്യൽ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. 1 ഇയർ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. 1 ഇയർ വരെ നമ്മളുടെ ഈ റെക്കോർഡഡ് ക്ലാസ്സസും എക്സാംസും മോക്ക് ടെസ്റ്റുകളും എല്ലാം നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതുപോലെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഒരു അരമണിക്കൂറിന് ശേഷം, ഇപ്പൊ ഇന്നത്തെ ക്ലാസ് ഇപ്പൊ ഞാൻ 9 മണിയായപ്പോൾ തീർന്നു വിചാരിച്ചു, 9:30 ആകുമ്പോൾ അതിന്റെ റെക്കോർഡ് നിങ്ങൾക്ക് ആപ്പിലൂടെ കിട്ടും. ആപ്പിൽ തന്നെ അത് നമ്മളുടെ ക്ലാസ്, ഇപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ സൂമിന്റെ ലിങ്ക് ആണ് നിങ്ങൾക്ക് തന്നത്. ഇത് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് സൂം ലിങ്ക് നമ്മൾ ജനറലി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, അങ്ങനെ പബ്ലിഷ് ചെയ്തതാണ്. നാളെ മുതലുള്ള ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുന്ന ക്ലാസ്സിൽ നമ്മുടെ ഈ പ്രോഗ്രാമിലുള്ള കുട്ടികൾക്ക് അവർക്ക് ആപ്പിലൂടെ തന്നെ ഇത് ജോയിൻ ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് സൂം എന്ന് പറയുന്ന ആപ്പിന്റെ ആവശ്യമേ ഇല്ല. നമ്മുടെ ആപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കാണാനായിട്ട് പറ്റും. അതിനുശേഷമുള്ള റെക്കോർഡ്സും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മളുടെ ഈ ഒരു ആപ്പിലൂടെ തന്നെ ആയിരിക്കും. അല്ലാതെ അതിന് പ്രത്യേകം നിങ്ങളുടെ ഫോണിൽ നിന്ന് ധൈര്യമായിട്ട് നിങ്ങൾക്ക് സൂം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. നിങ്ങൾക്ക് സൂമിന്റെ ആവശ്യം തന്നെ ഇല്ല ഈ ഒരു ക്ലാസ് കാണുന്നതിന് വേണ്ടിയിട്ട്. അതിലെ ബാക്കി എല്ലാ കാര്യങ്ങളും ആപ്പിലൂടെ തന്നെ ആയിരിക്കും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഇവിടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാന ഭാഗത്തേക്ക് അതിൽ ചോദിക്കാം. ഇനിയും ഇതിനകത്തിൽ ക്ലാസ്സസ് എന്തിനൊക്കെയാണ്, പ്രിലിംസ് മെയിൻസ് 2 ലെവലിലുള്ള ക്ലാസ്സുകളും ഇതിനകത്തിലുണ്ടായിരിക്കും. അത് സബ്ജക്ട്സിനെ പറ്റി പറയുന്ന സമയത്ത് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് പറയാം. അപ്പോൾ പ്രിലിംസ് ലെവലിലുള്ള ക്ലാസ്സുകളും മെയിൻസിന് വേണ്ടിയുള്ള ക്ലാസ്സുകളും എല്ലാം ഉണ്ടായിരിക്കും. ബാങ്ക് എക്സാമിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എങ്ങനെ പഠിക്കണമെന്നൊരു സെക്ഷൻ ഞാൻ അവസാനം ഇതിൽ എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, നിങ്ങളുടെ എക്സാം സ്ട്രാറ്റജി എന്തായിരിക്കണം, അതൊക്കെ ഞാൻ പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. അവിടെ വരുമ്പോൾ ഞാൻ പ്രിലിംസിനെ പറ്റി മെയിൻസിനെ പറ്റി ഒക്കെ വിശദമായിട്ട് പറയാം. ഇപ്പോൾ ഇത് അവിടെ നിൽക്കട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ബാങ്ക് എക്സാം ചേസറിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതിനകത്ത് ഈ പറഞ്ഞ എല്ലാ ഫീച്ചറും ഉണ്ടായിരിക്കും. എല്ലാ ബാങ്ക് എക്സാംസിനും നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടും. IBPS ക്ലർക്ക്, IBPS PO, SBI ക്ലർക്ക്, SBI PO, RRB, അതായത് ബാങ്ക് എക്സാംസ് എവിടെയെല്ലാം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ബാങ്ക് എക്സാം നടക്കുന്നുണ്ടെങ്കിൽ അതിന് മുഴുവനായിട്ടും എല്ലാ ബാങ്ക് എക്സാംസിനും കവർ ചെയ്യുന്നൊരു കോഴ്സാണ് അതെന്ന് പറയുന്നത്. ലൈഫ് ടൈം ആണ് അതിന് വാലിഡിറ്റി എന്ന് പറയുന്നത്. ഏത് എക്സാമ്പിളും നിങ്ങൾക്കത് പ്രയോജനപ്പെടും. ഓക്കെ, സോ നമ്മൾ ഈ ബാക്ക് ടു SBI ക്ലർക്ക്. SBI ക്ലർക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ്? അപ്പോൾ നമ്മളിപ്പം പരീക്ഷയെ പറ്റി പറഞ്ഞു, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് നമ്മളുടെ സെലക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ സെലക്ഷൻ പ്രൊസീജിയർ ആണ്. ബാങ്കിലേക്കുള്ള പരീക്ഷകൾക്ക് പൊതുവെ 3 ഘട്ടങ്ങളാണുള്ളത്. ഒരു phase 1, ഒരു phase 2, ഒരു phase 3. phase 1 എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി എക്സാമിനേഷൻ, phase 2 എന്ന് പറഞ്ഞാൽ മെയിൻ എക്സാമിനേഷൻ, phase 3 എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ. പിന്നെ 4ാമത് പിന്നെ ഒരു ഇതുണ്ട്, അതിപ്പോ എല്ലാവർക്കും ഉണ്ട്, അത് നമ്മൾ പറയുന്നില്ല. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഒരു മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മറ്റേ നെഞ്ചളവും കാര്യങ്ങളും ഓട്ടവും ചാട്ടവും ഒന്നുമില്ല. നിങ്ങൾ പൊട്ടക്കണ്ണനാണോ, കണ്ണ് തീരെ കാണാത്തവനാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഓടാൻ പറ്റാത്തവനാണോ, അല്ലെങ്കിൽ ചാടാൻ പറ്റാത്തവനാണോ, അല്ലെങ്കിൽ അതൊന്നുമല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളെ എന്താ പറയുക അങ്ങനെ അൺഫിറ്റ് ആക്കുന്ന പരിപാടികളൊന്നുമല്ല. നമ്മളൊരു മെഡിക്കൽ ഇത് നോക്കുന്നതേ ഉള്ളൂ. സാധാരണ കാര്യങ്ങളൊക്കെയാണോ, തീർത്തും എന്തെങ്കിലും വളരെ ദോഷകരമായ വളരെ ഇതായിട്ടുള്ള എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരു ടെസ്റ്റാണത്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. അത് പരീക്ഷ എഴുതുന്ന 100% പേരും അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാവരും അത് പാസ്. ഇനി അല്ലെങ്കിൽ നമുക്ക് ഈ പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റി ഉള്ളവർക്ക് അത് ആദ്യമേ തന്നെ ക്ലെയിം ചെയ്തത് കൊണ്ട് അവർക്ക് ആ ഒരു കുഴപ്പം വരുന്നില്ല. അപ്പോൾ അത് ഒരിക്കലും അവരെ ബാധിക്കുന്നുമില്ല. ഡിസേബിലിറ്റി ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഡിസേബിലിറ്റി ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക ടൈമിലൊക്കെ റിലാക്സേഷൻ കിട്ടും. സാധാരണ പരീക്ഷ 1 മണിക്കൂറാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 1 hour 30 minutes ആണെന്ന് തോന്നുന്നു എക്സ്ട്രാ നിങ്ങൾക്ക് അതിനുള്ള ടൈം കിട്ടും. അപ്പോൾ അതൊക്കെ അതിനകത്തിൽ ഉണ്ട്.
ഇനി എന്താണ്, അപ്പം 3 ഫേസസ് ആണെന്ന് ഞാൻ പറഞ്ഞു. പ്രിലിമിനറി എക്സാമിനേഷനും മെയിൻ എക്സാമിനേഷനും. തേർഡ് ഫേസ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ. അപ്പോൾ പ്രിലിമിനറി എക്സാം നമ്മൾ പക്ഷേ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്തില്ല. ഇവിടെ ഞാൻ എത്ര ഫേസ് എഴുതി വെച്ചിട്ടുള്ളൂ? 2 ഫേസ് എഴുതി വെച്ചിട്ടുള്ളൂ. മൂന്നാമതൊരു ഫേസ് ഞാനിവിടെ പറഞ്ഞിട്ടില്ല. കാരണം പണ്ടൊക്കെ ഈ 3 ഫേസ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ബാങ്കിൽ പരീക്ഷ എഴുതണമെങ്കിൽ, ബാങ്ക് എക്സാം എഴുതണമെങ്കിൽ എല്ലാവരും ഇന്റർവ്യൂ വരെ പാസ്സാവുന്നത്. അപ്പോഴാണ് സുപ്രീം കോടതി മൊത്തത്തിലൊരു റൂളിംഗ് കൊണ്ടുവന്നു, ഒരു പുതിയൊരു ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ക്ലറിക്കൽ കേഡറിലേക്ക് ഇന്റർവ്യൂ നടത്തേണ്ട ആവശ്യമില്ല, ക്ലർക്ക് ആവാനായിട്ട് ഇന്റർവ്യൂവിന്റെ ആവശ്യമില്ല. അത് എല്ലാ പരീക്ഷകൾക്കും ബാധകമാണ്. സോ നിങ്ങൾക്ക് ഒരു ബാങ്ക് ക്ലർക്ക് ആവണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലർക്ക് ആവണമെങ്കിൽ അതിന് ഇന്റർവ്യൂവിന്റെ ആവശ്യമില്ല. അപ്പൊ ബാങ്ക് ക്ലർക്ക് ആവാനായിട്ട് 2 സ്റ്റേജ് മാത്രം കടന്നാൽ മതി. എന്തൊക്കെയാണ്? പ്രിലിമിനറി എക്സാമിനും, പ്രിലിമിനറി എക്സാമിനേഷനും, മെയിൻ എക്സാമിനേഷനും. അതായത് നിങ്ങളെ കാണാതെ പോലും ബാങ്ക് നിങ്ങൾക്ക് ജോലി തരും. നിങ്ങളുടെ പേര് മാത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് ജോലി തരും. നിങ്ങളെ മറ്റേതാകുമ്പോൾ നിങ്ങളെ ഒന്ന് കണ്ട്, ഒരു പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങളെ ഒന്ന് കണ്ട് 2 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ടല്ലേ ജോലി. ഇത് അങ്ങനെയൊന്നുമില്ല, നിങ്ങളെ കാണാതെ പോലും ബാങ്ക് നിങ്ങൾക്ക് ജോലി തരും. അപ്പോൾ അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ മൂന്നാമതൊരു കടമ്പ, ഇന്റർവ്യൂ എന്ന് പറഞ്ഞൊരു കടമ്പ ഇല്ലാതെയായി. എന്തൊക്കെ ഉള്ളൂ? പ്രിലിമിനറി എക്സാമിനേഷനും മെയിൻ എക്സാമിനേഷൻ. ഇതിന്റെ 2ന്റെയും മെയിൻ എക്സാമിന്റെ ഒരു അഗ്രിഗേറ്റ് സ്കോർ വെച്ചിട്ട് ഒരു ഫൈനൽ സെലക്ഷൻ ലിസ്റ്റ് ഇടുന്നു. അതിൽ നിന്ന് ഫൈനൽ സെലക്ഷൻ ലിസ്റ്റ് ഇട്ട് അതിൽ നിന്ന് ആളുകളെ എടുക്കുന്നു. അതാണ്. ഇനി നമുക്ക് ഈ പ്രിലിമിനറി എക്സാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. പ്രിലിമിനറി എക്സാം, ബാങ്കിന്റെ പ്രിലിമിനറി എക്സാം എന്ന് പറയുമ്പോൾ ബാങ്ക് എക്സാംസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള സിലബസ് ഉള്ള എക്സാം ആണ് ബാങ്ക് എക്സാം. നിങ്ങൾ ഇപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പരീക്ഷകളുടെ ഏറ്റവും താഴെയുള്ള NTSന്റെ ഒരു സിലബസ് എടുത്തൊന്ന് നോക്കിക്കുക. അതിനകത്ത് എന്തുമാത്രം കാര്യങ്ങളാണ്. ജനറൽ നോളജ് എന്ന് പറഞ്ഞിട്ട് അതിനെ തന്നെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്ത് ഇന്ത്യൻ ഹിസ്റ്ററി, ജോഗ്രഫി, ഫിസിക്സ്, കെമിസ്ട്രി, GK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് നോസ് എന്നാണ് ഞാൻ പറയുന്നത്. ദൈവത്തിനറിയാം. കാരണം എന്തിനെ പറ്റി വേണമെങ്കിലും ചോദിക്കാം. GK, ഗോഡ് നോസ്, എന്ത് വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ ഇവിടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സിലബസ്. അതുകൊണ്ട് 3 കാര്യങ്ങളേ ഉള്ളൂ. അതായത് ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ് എന്ന് നമുക്ക് ചുരുക്കി പറയാം. മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്. അപ്പം ഇവിടെ ഒന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതിന്റെ എത്രയാണ്? 30 ചോദ്യങ്ങളാണ് ഉള്ളത് ഇംഗ്ലീഷിന്റെ. എത്ര മാർക്ക്? ഒരു ചോദ്യത്തിന് 1 മാർക്ക്, 30 മാർക്ക്. എത്ര സമയമുള്ള? 20 മിനിറ്റ് സമയമുണ്ട്. അപ്പൊ ചോദിക്കും, സാർ ഞാനൊരു 25 മിനിറ്റ് എടുത്തങ്ങ് എഴുതട്ടെ. നടക്കത്തില്ല, വിചാരിച്ചാലും നടക്കത്തില്ല. കാരണം എല്ലാത്തിനും ഒരു സെപ്പറേറ്റ് ടൈമർ ഉണ്ട്. ആദ്യം നമുക്ക് ഓപ്പൺ ആവുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ഓപ്പൺ ആയി നിങ്ങൾക്ക് 20 മിനിറ്റ് സമയം തരുന്നു. നിങ്ങൾ ചെയ്ത് തീർന്നാലും ഇല്ലെങ്കിലും കറക്റ്റ് 20 മിനിറ്റ് ആകുമ്പം അതവിടെ വെച്ച് ആ എക്സാം ഇംഗ്ലീഷിന്റെ സെക്ഷൻ ലോക്ക് ആവും. പിന്നെ നിങ്ങൾക്ക് റീസണിങ് ഓപ്പൺ ആവും. അപ്പൊ അതും കറക്റ്റ് 20 മിനിറ്റ്. അത് കഴിയുമ്പോൾ അത് ലോക്ക് ആവും. വീണ്ടും നിങ്ങൾക്ക്, അല്ലാതെ ഇംഗ്ലീഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് പോയിട്ട് മാത്സ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സമയം ഒരു സെക്ഷന് 3 സെക്ഷനായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. അത് ഒരു സമയം ഒരു സെക്ഷനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യാനും പറ്റത്തില്ല. ആദ്യം ഇംഗ്ലീഷ് ആയിരിക്കും വരിക, പിന്നെ ചിലപ്പോൾ ന്യൂമറിക്കൽ എബിലിറ്റി ആയിരിക്കും. അപ്പോൾ എല്ലാത്തിനും 20 മിനിറ്റ്. അങ്ങനെ 3 20 ചേരുമ്പോൾ 60 മിനിറ്റ്, 1 മണിക്കൂർ. അപ്പം ഇംഗ്ലീഷിന് 30 ചോദ്യങ്ങൾ, 30 മാർക്ക്. ന്യൂമറിക്കൽ എബിലിറ്റി, അതായത് മാത്സ് ഓർ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഓർ ന്യൂമറിക്കൽ എബിലിറ്റി എന്ത് വേണം നിങ്ങൾക്ക് പറയാം. ന്യൂമറിക്കൽ എബിലിറ്റി 35 ചോദ്യങ്ങൾ, 35 മാർക്ക്, 20 മിനിറ്റ്. ഒരു ചോദ്യത്തിന് 1 മാർക്ക്. റീസണിങ്ങും അതുപോലെ തന്നെ 35 ചോദ്യങ്ങൾ, 35 മാർക്ക്, 20 മിനിറ്റ്. അപ്പൊ എത്ര ചോദ്യങ്ങളായി? 35, 35, 70, 30, 100 ചോദ്യങ്ങൾ, 100 മാർക്ക്, 1 മണിക്കൂർ. ഇനി ശരിയാക്കിയാൽ 1 മാർക്ക്, തെറ്റിയാൽ എന്താണ്? 1/4 മാർക്ക്, അല്ലെങ്കിൽ 0.25 മാർക്ക് നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. SSC ഒക്കെ ആണെങ്കിൽ 0.33 ആണ്. ഇത് 1/3 മാർക്കാണ് അവിടെ. ഇവിടെ 1/4 ആണ്, 0.25, 1/4 മാർക്ക് വീതം നഷ്ടപ്പെടും. അതായത് നിങ്ങൾ ഒരെണ്ണം ശരിയാക്കിയാൽ 1 മാർക്ക് കിട്ടും. അതിന്റെ അടുത്ത ഒരെണ്ണം നിങ്ങൾ തെറ്റിച്ചാൽ 0.25 കുറയും. അതായത് 1 മാർക്ക് കിട്ടി, 0.25 കുറഞ്ഞു, 0.75 ആയിരിക്കും നിങ്ങളുടെ ഫൈനൽ മാർക്ക്. 2 ചോദ്യങ്ങളെ എഴുതിയുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കിട്ടുന്നത്. അപ്പൊ ഇതാണ് പ്രിലിമിനറി എക്സാം. ഇതിലെ സെപ്പറേറ്റ് കട്ട് ഓഫ് എന്ന് പറഞ്ഞൊരു സാധനം ഇതിനകത്തിലില്ല. അതായത് മൊത്തത്തിലുള്ള അഗ്രിഗേറ്റ് കട്ട് ഓഫ് നിങ്ങൾ മീറ്റ് ചെയ്താൽ മതി. ഓരോന്നിനും സെപ്പറേറ്റ് കട്ട് ഓഫ് വരുന്നില്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി പ്രിലിമിനറി ബാങ്കിന്റെ ക്ലറിക്കൽ എക്സാമിന്റെ പ്രിലിമിനറി പരീക്ഷകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. അപ്പൊ ഇതാണ് പ്രിലിമിനറി എക്സാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി. ഇനി ഇതിനകത്തിൽ ഈ മാത്സ് ഒന്ന് കേൾക്കുമ്പോൾ നമുക്ക് നെറ്റി ഒന്ന് ജോലി, കണക്ക് അല്ലേ, ഭയങ്കര പാടാ.
അല്ലേ? അങ്ങനെ പറയാത്ത ആരുമില്ല. 10 പേരോട് ചോദിക്കുക ടഫ് സബ്ജക്ട് ഏതാ, 8 പേരും പറയും മാത്സ് ആണെന്ന്. അപ്പം അത് ഞാൻ കണക്കിലേക്ക് വരാം. കണക്ക് ഏത് ലെവൽ വരെ നിങ്ങൾ പഠിക്കണം. SSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് ചോദിക്കുന്നപ്പോൾ അവർ പറയും സാർ ആൾജിബ്ര, ട്രിഗണോമെട്രി, ജോമെട്രി അതൊന്നും ഇതിനകത്തിലില്ല. മുന്നോട്ട് പോകുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയാണ് പ്രിലിമിനറി എക്സാം. അപ്പോൾ ബാങ്കിന്റെ പ്രിലിംസിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയോ? എന്താണ് ബാങ്ക് പ്രിലിമിനറി എക്സാം, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പഠിക്കണം, ഇതിനകത്തിൽ ഓരോന്നിനകത്തിലും എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ ഇത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? പ്രിലിംസ് എക്സാം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. യെസ്. അപ്പോൾ ഇതിന്റെ ഒരു പാറ്റേൺ ഒന്ന് മനസ്സിലാക്കി വെച്ചോണം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു പരീക്ഷയാണ് പ്രിലിമിനറി എക്സാം. കാരണം ഈ ഒരു കടമ്പ കടന്നാലേ നമുക്ക് മെയിൻ എക്സാമിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. സോ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത്. ആദ്യകാലത്തൊക്കെ ഒരൊറ്റ പരീക്ഷ ഉണ്ടായിരുന്നുള്ളൂ ബാങ്കിന്. 2014 ശേഷമൊക്കെയാണ് ഇത് ഇങ്ങനെ മാറ്റിയത്. ആദ്യമൊക്കെ ഒറ്റ പരീക്ഷ 4 സെക്ഷൻ, മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, 50 മാർക്കിന്റെ 4 സെക്ഷൻ, 200 മാർക്ക്, ഒറ്റ പരീക്ഷ, ഒരു ഇന്റർവ്യൂ. അങ്ങനെയായിരുന്നു ആദ്യം എല്ലാവർക്കും. ക്ലർക്ക് ആവാനും BO ആവാനും എല്ലാം ഒരു പരീക്ഷ, ഒരു ഇന്റർവ്യൂ. ഇപ്പൊ അത് മാറ്റി ഇങ്ങനെ ഈ പുതിയ സ്ട്രക്ചർ ഇപ്പോൾ അവർ കൊണ്ടുവന്നു. പ്രിലിമിനറി എക്സാമും അതുപോലെ ഒരു മെയിൻ എക്സാം എന്ന് പറയുന്നത്. നമുക്ക് മെയിൻ എക്സാമിന്റെ കാര്യം നോക്കാം. മെയിൻ എക്സാമിലേക്ക് വരുമ്പോൾ പ്രിലിമിനറി എക്സാമിൽ നമ്മൾ 3 വിഷയങ്ങളാണ് പഠിച്ചത്. 3 വിഷയങ്ങളാണ് നമുക്ക് ഉണ്ടായിരുന്നത്: മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്. മെയിൻസ് എക്സാമിലേക്ക് വരുമ്പോൾ അവിടെ 4 പേപ്പറുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ മാത്സ് അവിടെ അതുപോലെ തന്നെ ഉണ്ട്. അവിടെ പേര് മാറിയപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ന്യൂമറിക്കൽ എബിലിറ്റി തന്നെ അല്ലേ സാർ? അതെ, രണ്ടും ഒന്ന് തന്നെ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ചെറിയൊരു ക്ലാസ് എടുത്തു തുടങ്ങുമ്പോൾ ഞാൻ പറയാം എന്താണ് ഈ ന്യൂമറിക്കൽ എബിലിറ്റിയും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കേട്ടോ. അത് ചെറിയൊരു തടി വ്യത്യാസം. പക്ഷെ ഇവർ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന രണ്ടും ഒന്ന് തന്നെ കേട്ടോ. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന 2 മാത്സ് എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ. റീസണിങ് എബിലിറ്റി, അതിൽ കമ്പ്യൂട്ടറിന് വളരെ പ്രിഫറൻസ് കുറവാണ്. റീസണിങ് ആണ് നിങ്ങൾ അവിടെ നോക്കേണ്ടത്. കമ്പ്യൂട്ടറിന് വെയിറ്റേജ് കുറവാണ് കേട്ടോ. പിന്നെ ജനറൽ, അപ്പം ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ് ഇത് 3 അവിടെ ഉണ്ട്. ഓക്കെ. പിന്നെ ജനറൽ ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്. അപ്പൊ അതിന് മൊത്തത്തിൽ നമുക്ക് GA എന്നാണ് നമ്മൾ പറയുന്നത്, ജനറൽ അവയർനെസ്. എന്താണ് ഈ ജനറൽ അവയർനെസ്? SSC ഇപ്പൊ പറയുന്നത് ജനറൽ അവയർനെസ് എന്നാ. അവരും ഇപ്പൊ മാറി വരുവാ ഒരുപാട്. പണ്ടൊക്കെ ഭയങ്കര GK ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്ന SSC ഇപ്പൊ കൂടുതലും കറണ്ട് അഫയേഴ്സ് ഫോക്കസ്ഡ് ആയിട്ടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ബാങ്ക് അന്ന് ഇന്നും അവർ പറയുന്നത് ഞങ്ങൾ ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ, ബാങ്കിന്റെ ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് 100% GK എടുത്ത് കളയാം. GK എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ല. ബാങ്കിന് വല്ലപ്പോഴും എങ്ങാണോ 1-2 സ്റ്റാറ്റിക് GK ചോദ്യങ്ങൾ വല്ലതും ചോദിച്ചാലായി. അത് ഒരെണ്ണം ഒക്കെ ചിലപ്പോൾ ചോദിക്കത്തുള്ളൂ, ചിലപ്പോൾ കംപ്ലീറ്റ്ലി അതില്ലാതിരിക്കും. അപ്പൊ എന്താണ് ഈ ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കറണ്ട് അഫയേഴ്സ്. ഒന്ന് കറണ്ട് അഫയേഴ്സ് ആണ് അതിൽ മെജോറിറ്റി ഈ ജനറൽ അവയർനെസ് പേപ്പറിൽ വരിക. രണ്ടാമത്തേത് ഫിനാൻഷ്യൽ അവയർനെസ് ഓർ ബാങ്കിങ് അവയർനെസ്. ബേസിക് ബാങ്കിങ്ങിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ചോദിക്കുന്ന RTGSന്റെ ഫുൾ ഫോം എന്താണെന്നായിരിക്കും, നെഫ്റ്റ് എന്താണെന്നായിരിക്കും, IMPS എന്താണെന്നായിരിക്കും, കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ് എന്താണെന്നായിരിക്കും. ഇതൊക്കെ ഒരൊറ്റ ക്ലാസ് കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ. ഒരൊറ്റ ക്ലാസ് നിങ്ങൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് മാത്രം നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ക്ലറിക്കൽ എക്സാമും കൂടെ ആകുമ്പോൾ അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. സോ കറണ്ട് അഫയേഴ്സിന് നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമുക്കൊരു ചാനലുണ്ട്, എൻ്റെ പേരിൽ തന്നെയുള്ള ജയകൃഷ്ണൻ രാമചന്ദ്രൻ ഒരു ചാനലുണ്ട്. നമ്മൾ എല്ലാ ദിവസവും, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, നമ്മൾ ഈ കറണ്ട് അഫയേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ ഡിസംബർ 3-ാം തീയതി മുതൽ വളരെ ആക്റ്റീവായിട്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഡെയിലി ന്യൂസ് ഹെഡ്ലൈൻസ്, അതുപോലെ കറണ്ട് അഫയേഴ്സിന് വേണ്ടി നമ്മുടെ വെബ്സൈറ്റിൽ ഒരു ഡെഡിക്കേറ്റഡ് പേജ് തന്നെയുണ്ട്. അപ്പോൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ നമ്മൾ ആർട്ടിക്കിളുകളാക്കി, ഓരോ പോസ്റ്റുകളാക്കി നമ്മൾ ആപ്പിലൂടെയും ഇതൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. കാണാറുണ്ടോ? അതൊക്കെ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അവിടെ നിന്ന് ആർക്കും കുറേ അധികം പേര് ഇങ്ങോട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഞാനിപ്പോൾ ആ ഒരു ഗ്രൂപ്പിലാണ് അതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് കുറേ മാർക്ക് കിട്ടും. നമ്മൾ ഇടുന്ന ഡെയിലി ന്യൂസ് ഹെഡ്ലൈൻസ് എഴുതിയെടുത്ത് വെച്ച് പഠിക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഞാൻ ഉറപ്പ് പറയുന്നു, നമ്മൾ എല്ലാ ദിവസവും ഡെയിലി ന്യൂസ് ഹെഡ്ലൈൻസ് എന്നും പറഞ്ഞൊരു സാധനം പോസ്റ്റ് ചെയ്യും. അതൊന്ന് എഴുതിയെടുത്ത് വെച്ച് എല്ലാ ആഴ്ചയും ഒന്ന് റിവൈസ് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. പിന്നെ കുറച്ച് ബാങ്കിങ് അവയർനെസ്. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഫ്രീ ആയി ഒരു 6 മാസത്തെ കാര്യം പഠിച്ചാൽ മതി. കറണ്ട് അഫയേഴ്സിന് ബാങ്ക് പറയുന്ന ഒരു 6 മാസത്തെ, ഇപ്പം നമ്മുടെ പരീക്ഷ വരാൻ പോകുന്നത് എപ്പോഴാണ്? പ്രിലിമിനറി എക്സാം നമുക്ക് വരാൻ പോകുന്നത് ഫെബ്രുവരിയിലും മാർച്ച് ഏപ്രിൽ ആയിട്ടായിരിക്കും നമുക്ക് മെയിൻസ് എക്സാം വരാൻ പോകുന്നത്. അപ്പോൾ
ഈ മാർച്ച് ഏപ്രിലായിട്ട് മെയിൻസ് എക്സാം SBIയുടെ വരുമ്പോൾ ഈ മാർച്ചിന് മുൻപുള്ള ഒരു 6 മാസം, അതായത് ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഒരു ഒക്ടോബർ മുതലുള്ള കറണ്ട് അഫയേഴ്സ് പഠിച്ചുകൊണ്ട് പോയാൽ മതി എന്തൊക്കെ സംഭവിച്ചു എന്ന്. അപ്പം നമ്മൾ എല്ലാ മാസവും മന്ത്ലി കറണ്ട് അഫയേഴ്സ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്, ഒരു മാസത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഇപ്പോൾ ഒരു 4-ാം തീയതി ആകുമ്പോൾ ഈ മാസത്തെ മന്ത്ലി കറണ്ട് അഫയേഴ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. മന്ത്ലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് കിട്ടും, അത് നിങ്ങൾക്ക് വായിക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് നോട്ട് ഉണ്ടാക്കി പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാം. 10-35 പേജേ ഉള്ളൂ അത് പ്രിന്റ് എടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് നിന്ന് പഠിക്കാം. അപ്പൊ അത് നോക്കിയിരിക്കും. ഞാൻ ഒരിക്കലും പറയത്തില്ല ഈ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഒരു മാസത്തെ ഒന്നിച്ചിരുന്ന് പഠിക്കാൻ ഞാൻ പറയത്തില്ല. ഓരോ ദിവസവും അതൊരു നിങ്ങളുടെ ഒരു റുട്ടീനായിട്ട്, രാവിലെ എല്ലാവരും ബ്രഷ് ചെയ്യാറില്ലേ, രാവിലെ നമ്മൾ പല്ല് തേക്കാറുണ്ട്, നമ്മൾ കുളിക്കാറുണ്ട്. അപ്പൊ നമ്മളുടെ ഒരു ഹാബിറ്റ് പോലെ ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അത് നോട്ട് ചെയ്യുക, അത് എഴുതി വെച്ച് പഠിക്കുക എന്നുള്ളത്, ഇവിടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ വരുന്ന കുട്ടികളോട് ഞാൻ അത് നിർബന്ധമായിട്ട് അവരെ കൊണ്ട് എഴുതിപ്പിച്ച ആ ബുക്ക് ഞാൻ വെരിഫൈ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ പരീക്ഷകൾക്കും പ്രയോജനപ്പെടും. കാരണം ഇപ്പം ഈ കറണ്ട് അഫയേഴ്സിന് വളരെയധികം പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ്, എല്ലാ പരീക്ഷകൾക്കും അതുകൊണ്ട്. സോ അതുകൊണ്ട് അത് നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ അതാണ് ബാങ്കിനെ സംബന്ധിച്ച് ജനറൽ. നിങ്ങൾക്ക് GK കംപ്ലീറ്റ്ലി ഒഴിവാക്കാം, നിങ്ങൾക്ക് ഒഴിവാക്കാം. പിന്നെ ഈ കറണ്ട് അഫയേഴ്സിന് നല്ലൊരു ഫോക്കസ് കൊടുത്ത് നിങ്ങൾ പഠിക്കാം. പിന്നെ ബാങ്കിങ് അവയർനെസ്, അതിനെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന മെറ്റീരിയൽസും നമ്മൾ ഉണ്ട്, അതും നിങ്ങൾക്ക് കിട്ടിക്കോളും. പിന്നെ ജനറൽ നിങ്ങൾ റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ എബിലിറ്റി, അതിൽ കമ്പ്യൂട്ടറിന് വളരെ വെയിറ്റേജ് കുറവാണ്, കമ്പ്യൂട്ടറിന്റെ ചോദ്യങ്ങളും കുറവായിരിക്കും. റീസണിങ്ങിനാണ് അവിടെ പാറ്റേണിലൊക്കെ വ്യത്യാസം കണ്ടോ നിങ്ങൾ. 50 മാർക്ക് 50 ചോദ്യങ്ങൾ, 50 മാർക്ക് GIക്ക്. റീസണിങ് ജനറൽ ഇംഗ്ലീഷ് 40 ചോദ്യങ്ങൾ, 40 മാർക്ക്. ഓരോന്നിനും സെപ്പറേറ്റ് ടൈമാണ് വന്നിട്ടുള്ളത്. എല്ലാം കൂടി 2 മണിക്കൂർ 40 മിനിറ്റ് ആണ് പരീക്ഷ. സോ പ്രിലിം എക്സാമിനേഷൻ ഒരു സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സൂപ്പർ എക്സ്പ്രസ് ആണെങ്കിൽ, ഇത് ഒരു കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക്, എന്ന് വെച്ചാൽ റിലാക്സ്ഡ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പാട്ട് പാടാനുള്ളത്, കുറച്ചുകൂടെ ഒക്കെ ടൈം നമുക്ക് കിട്ടും. അത്ര അങ്ങ് ഇറക്കി പിടിക്കുന്ന ഒരു പരീക്ഷ അല്ല മെയിൻസ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ആ പരീക്ഷയെ പറ്റി ഞാൻ മുന്നോട്ട് പറയാം. അപ്പോൾ ഇതാണ് മെയിൻസ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് ആകെ വിരലിലെണ്ണാവുന്ന സബ്ജക്റ്റുകളേ ഉള്ളൂ, 4 പേപ്പറുകളേ ഉള്ളൂ നമുക്ക്. മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, GK. കമ്പ്യൂട്ടർ വളരെ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടറാണ്, അത് വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ അതിലുണ്ടാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ. അപ്പം പ്രിലിംസും മെയിൻസും 2 പരീക്ഷയെ പറ്റിയും ഒരു ഐഡിയ കിട്ടിയോ? ഏകദേശം. അപ്പോൾ പരീക്ഷ എന്താണെന്നുള്ള കാര്യം, അപ്പൊ ഏത് പരീക്ഷയ്ക്കാണ് ഞാൻ തയ്യാറെടുക്കുന്നതെന്ന് അറിയണം. പലർക്കും ഈ നമ്മൾ ഒരു കാര്യത്തിന് പോകുമ്പോൾ എന്തിനാണ് പോകുന്നത്, ഞാൻ എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എന്താണ് ഞാൻ അവിടെ പോയി ചെയ്യേണ്ടത്, ഞാൻ എന്തിനാണ് ഒരുങ്ങുന്നതെന്ന് അറിഞ്ഞിരിക്കണം. സോ അതിലേറ്റവും ഈ ഒരു ക്ലാസ്സിൽ ഇതൊക്കെ ഞാൻ പറയത്തുള്ളൂ. ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും വന്നിട്ട് പ്രിലിംസ് എന്തോ ആണ്, മെയിൻസ് എന്തോ ആണ്, കട്ട് ഓഫ് എത്ര ആയിരിക്കും, ഇതൊന്നും പറയാൻ നമുക്ക് നേരമില്ല. അപ്പോൾ അത് ഇന്നത്തെ ക്ലാസ് കൊണ്ട് പറഞ്ഞു തീർക്കുകയാണ്. സോ അത് മനസ്സിൽ എല്ലാവരും വെച്ചോളൂ. ഇതൊക്കെ നിങ്ങൾക്ക് ഒരുങ്ങാനുള്ള ഒരു മുന്നൊരുക്കത്തിന് വേണ്ടിയാണ്. നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതാണ് ഈ ഒരു ക്ലാസ്സിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ബാങ്ക് എക്സാംസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ ഈ ഒരു SBI ക്ലർക്കിന് വേണ്ടി ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതാണ് ഇതിന്റെ അവസാനം നിങ്ങൾക്ക് ആ ഒരു ചിത്രം എന്തായാലും തെളിയും. ഇനി ഇതിനകത്തിൽ ആപ്ലിക്കേഷൻ ഫീസിന്റെ കാര്യം നിങ്ങൾക്കറിയാം, 750 രൂപയാണ് ജനറൽ കാറ്റഗറി. അതിൽ SC ST, പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി, എക്സ് സർവീസ്മാൻ, അതുപോലെ ഡിസേബിൾഡ് എക്സ് സർവീസ്മാൻ, ഡിപ്പെൻഡന്റ് ഓഫ് എക്സ് സർവീസ്മാൻ, അവർക്കൊന്നും ഫീസില്ല. അപ്പോൾ അവർക്ക് ഫീസില്ല, അവർക്ക് ഫ്രീ ആയിട്ട് ഇതിൻ്റെയൊക്കെ പക്ഷേ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അല്ല ജനറൽ OBC, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, അവർക്കൊക്കെ 750 രൂപയാണ് ഫീസ് എന്ന് പറയും. അതെന്തായിരുന്നു? ഓക്കെ. സോ അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് കട്ട് ഓഫിനെ പറ്റിയാണ്. കട്ട് ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ വർഷം നടത്തിയ 2023 പരീക്ഷയുടെ കട്ട് ഓഫാണ്. അപ്പോൾ 100 മാർക്കിന്റെ പ്രിലിംസിന്റെ കട്ട് ഓഫ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണുന്നത്, ഇപ്പം നമുക്ക് കട്ട് ഓഫിന്റെ ഒരു ഹയറാർക്കിയിലാണ് ഞാൻ ആ ഒരു ലിസ്റ്റ് സോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ കട്ട് ഓഫ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് വെസ്റ്റ് ബംഗാൾ, പിന്നീട് ഒഡീഷ, പിന്നെ 3ാമത്തെ സ്ഥാനമാണ് ആർക്ക്, കേരളത്തിൽ. അപ്പൊ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഏത് സംസ്ഥാനത്തേക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ LPT എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്നുള്ളത് നോക്കുക, ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. അത് നമുക്കില്ല. കാരണം എന്താ,
നമ്മൾ 10ാം ക്ലാസ്സിൽ മലയാളം ഒരു ഭാഷയായി പഠിച്ചതിന്റെ തെളിവ് നമ്മുടെ സർട്ടിഫിക്കറ്റിലുണ്ട്. അപ്പൊ നമുക്ക് മലയാളം അറിയാം, കേരളത്തിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, അതുകൊണ്ട് നമുക്ക് ഈ LPT ഇല്ല. പക്ഷെ നമ്മൾ തമിഴ്നാട്ടിലോട്ടോ കർണാടകയിലോട്ടോ വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലോട്ടോ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഈ LPT പാസ്സായിരിക്കണം. അവിടുത്തെ റീജിയണൽ ലാംഗ്വേജ്, ലോക്കൽ ലാംഗ്വേജ് എഴുതാനും വായിക്കാനുമുള്ള പ്രൊവിഷൻസി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതൊരു പരീക്ഷയിലൂടെ നിങ്ങൾ തെളിയിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സംസ്ഥാനത്തോട്ട് വേണമെങ്കിലും അപേക്ഷിക്കാം. വേക്കൻസി ഒക്കെ നോക്കി ചിലർ അങ്ങനെ ചെയ്യാറുണ്ട്. ചിലർ ഗോവയൊക്കെ സെലക്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചിലർ വേറെ ഇതുപോലെ കട്ട് ഓഫും വേക്കൻസിയും ഒക്കെ നോക്കിയിട്ട്. ഇപ്പൊ ഈ കട്ട് ഓഫിന് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാനും പറ്റത്തില്ല. അത് ഡിപ്പെൻസ്. അടുത്ത വർഷം ചിലപ്പോൾ ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. പിന്നെ എപ്പോഴും ഒരു കാര്യം ഓർത്തണം, 100-80. അപ്പൊ നിങ്ങൾ സാർ 100-80 ഒക്കെ കട്ട് ഓഫ് വരുമോ? 95 കട്ട് ഓഫ് വന്ന പരീക്ഷയുണ്ട് SBIയുടെ 95. കാരണം എന്താണെന്നറിയോ? എന്താ ഈ കട്ട് ഓഫ് കൂടുന്നതെന്നറിയോ? പരീക്ഷ സിമ്പിൾ ആയിരിക്കും, സ്പീഡ് ടെസ്റ്റ് ആണ്. ക്ലറിക്കൽ എക്സാംസ് എപ്പോഴും സിമ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ സ്പീഡ് ടെസ്റ്റ് ആണ്. അപ്പൊ ഈ സിമ്പിൾ ആകുമ്പോൾ എന്ത് ചെയ്യും? എല്ലാവരും അത്യാവശ്യം നല്ലപോലെ ചെയ്യും. അപ്പൊ കട്ട് ഓഫ് ഒരു 40 വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പേർക്ക് കൊടുക്കാൻ ജോലിയില്ല. അപ്പൊ അതുകൊണ്ടാണ് അവർ കട്ട് ഓഫ് കയറ്റി വെക്കുന്നത്. അതേസമയം PO ലെവൽ പരീക്ഷകളാകുമ്പോൾ ഇത്രയും വരത്തില്ല. 50, 52, 53 അത്രയായിരിക്കും അതിന്റെ കട്ട് ഓഫ് വരുന്നത്. അപ്പൊ ക്ലറിക്കൽ എക്സാംസ് എപ്പോഴും സ്പീഡ് ടെസ്റ്റുകളായിരിക്കും. അത് ഒരു ബോധവും ഇല്ലാതെ ഒന്നും പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകുന്ന ഒരാളിനും ചിലപ്പോൾ നല്ലപോലെ എഴുതിയിട്ട് വരാൻ പറ്റും. അപ്പൊ അയാൾ പറയാം നല്ല പരീക്ഷയായിരുന്നല്ലോ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ നോക്കിക്കോണം, ക്ലറിക്കൽ എക്സാംസിന്റെ കട്ട് ഓഫ് എപ്പോഴും ഇച്ചിരി കൂടുതലായിരിക്കും. 90-ന് മുകളിലൊക്കെ വന്ന ചരിത്രവും ഉണ്ട് കട്ട് ഓഫ്. അപ്പൊ അതുകൊണ്ട് എന്നാൽ ചിലപ്പോൾ അടുത്ത വർഷം ഇപ്പൊ നടക്കാൻ പോകുന്ന പരീക്ഷ എന്താണ് IBPS പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അവര് ചിലപ്പോൾ കട്ട് ഓഫ് എന്ത് ചെയ്യും? കുറയ്ക്കാം. ചിലപ്പോൾ അതിൽ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ ഇച്ചിരി സ്റ്റാൻഡേർഡ് ആക്കാം, ഇച്ചിരി ഡിഫിക്കൽറ്റി ലെവൽ കൂട്ടാം. അപ്പൊ അതിനനുസരിച്ച് കട്ട് ഓഫ് കുറയാം, വ്യത്യാസം. അപ്പൊ എന്തെങ്കിലും ഇത് ഒരു ചിത്രം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കട്ട് ഓഫ് ഞാൻ കൊടുത്തിരിക്കുന്നത്. മെയിൻസിന്റെ കട്ട് ഓഫ് ഏകദേശം ഇതുപോലാണ്, ഒരു 70-75 ആ ഒരു റേഞ്ചിലേക്ക് അതും വരും. അപ്പൊ കട്ട് ഓഫിനെ പറ്റി ഒരു ചിത്രം മനസ്സിലുണ്ടാക്കി വെച്ചേക്കാം കേട്ടോ. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യണം? അപ്ലൈ ചെയ്യാനുള്ള ലിങ്കാണ് ഇത്. നമ്മളുടെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ അയച്ചു തന്നൊരു ലിങ്ക് ഉണ്ട്. അതിനകത്ത് ഈ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം കണ്ടോ, IBPS എന്നൊരു സാധനം. ഞാൻ അതിനെപ്പറ്റി പറഞ്ഞില്ല, ഞാൻ SBI പറ്റി മാത്രമാണ് പറഞ്ഞത്. IBPS എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ്. ഈ IBPSന്റെ ഫുൾ ഫോം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ എന്നാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ. ഇവരാണ് ബാങ്ക് എക്സാംസ് നടത്താനുള്ള അധികാരമുള്ളത്. ഇന്ത്യയിൽ വേറെ ആർക്കും അതിന് അധികാരമില്ല. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഒന്നും അല്ല, അല്ലെങ്കിൽ SSCയോ UPSCയോ ഒന്നും അല്ല ഇന്ത്യയിൽ ബാങ്ക് എക്സാം നടത്തുന്നത്. അത് IBPS ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ. അത് SBI പ്രത്യേകം പരീക്ഷ നടത്തുമൊന്നുമല്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പരീക്ഷ നടത്തിയെന്ന് പറഞ്ഞാലും ആ പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നതും അതിന്റെ ആളുടെ അടുത്ത് SBIയുടെ കയ്യിൽ കൊടുക്കുന്നത് വരെയുള്ള ജോലി എല്ലാം ചെയ്യുന്നത് ആരാണ്? IBPS ആണ്. അതിൽ അവരെ ആ ലിങ്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, SBI DRJADEC എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം SBI DR എന്ന് പറഞ്ഞാൽ ഡയറക്ട് റിക്രൂട്ട്മെന്റ് എന്നാണ്. JA എന്ന് പറഞ്ഞാൽ ജൂനിയർ അസോസിയേറ്റ് ആണ്. നമ്മൾ ക്ലർക്കിന് അവർ പറയുന്ന പേരാണ് ജൂനിയർ അസോസിയേറ്റ് എന്ന്. നോട്ടിഫിക്കേഷൻ വന്നത് ഏത് മാസമാണെന്നുള്ളതാണ്, December 24. സോ അങ്ങനെയാണ് ആ URL. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, എന്ന് വരെ അപേക്ഷിക്കാം. January 7 ട്യൂസ്ഡേ, ചൊവ്വാഴ്ച എന്ന് വരെ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഒരിക്കലും നിങ്ങൾ January 5 പോലും അപേക്ഷിക്കരുത്. അതിന് മുൻപ് തന്നെ നിങ്ങൾ അപേക്ഷിച്ച് തീർത്തിരിക്കണം എക്സാം കേട്ടോ. അപേക്ഷിച്ച് അതിന്റെ ഫൈനൽ സ്റ്റേജ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അപേക്ഷിക്കുമ്പോൾ വ്യക്തമായിട്ട് അപേക്ഷിക്കുക. നിങ്ങളുടെ പേര് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങൾ അവിടെ കൊടുക്കുന്ന നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് ചെയ്യുക. അവസാന നിമിഷം എന്തെങ്കിലുമൊക്കെ ടെൻഷനുള്ള വഴി ഉണ്ടാക്കി വെക്കരുത് കേട്ടോ. കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം സർട്ടിഫിക്കറ്റിൽ നോക്കി. പലരും ഇപ്പൊ പരീക്ഷ കൊണ്ട് കഴിയുമ്പോൾ എനിക്ക് കോളുകൾ വരാൻ തുടങ്ങും. ശ്രീ സാർ, ഞാൻ അച്ഛൻ്റെ പേര് ടൈപ്പ് ചെയ്തത് മാറിപ്പോയി, അമ്മയുടെ പേര് ടൈപ്പ് ചെയ്തപ്പോൾ ഇനിഷ്യൽ മാറിപ്പോയി. അത് അങ്ങനെ ഒന്നും വരാതെ കൃത്യമായിട്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. അതുപോലെ ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കുക. നിങ്ങൾക്ക് ജോലി കിട്ടുകയാണെങ്കിൽ, നിങ്ങൾക്ക് പ്രിലിംസും മെയിൻസും ക്വാളിഫൈഡ് ആയി നിങ്ങൾ ജോയിൻ ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അന്നേരം ഇതെല്ലാം നിങ്ങൾക്ക് വേണം. അപ്പോൾ അപ്ലൈ ചെയ്തതിന്റെ പ്രിന്റ് ഔട്ട് ആപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതൊരു PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ചെയ്ത് ഗൂഗിൾ ഡ്രൈവിലോ നിങ്ങളുടെ മെയിലിലോ എവിടെയെങ്കിലും ഒക്കെ അത് സുരക്ഷിതമായിട്ട് വെച്ചേക്കുക. അതിന്റെ പ്രിന്റ് ഔട്ട് നിങ്ങൾക്ക് വേണം. അവരെടുത്ത് തരും അത്, പക്ഷെ അതൊരു കൈൻഡ് ഓഫ് ഡിസ്ക്വാളിഫിക്കേഷൻ ആയിട്ട് കരുതും. ചിലപ്പോൾ അത് പെട്ടെന്ന് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. അവർ ആ സമയത്തുള്ള ആ ഒരു ആവശ്യമില്ലാത്തൊരു ടെൻഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക കേട്ടോ.
യെസ്. ഇനി എന്തൊക്കെ പഠിക്കണം? അപ്പൊ ഇത്ര നേരം നമ്മൾ അതിന്റെ ടെക്നിക്കാലിറ്റീസിനെ പറ്റി പറഞ്ഞു, അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ, പരീക്ഷ എന്താണ്, ഓക്കെ. എന്തൊക്കെ പഠിക്കണം? 4 വിഷയങ്ങളാണ് പഠിക്കാനുള്ളത് അല്ലേ? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്. കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. കമ്പ്യൂട്ടർ അടക്കമുള്ള എല്ലാ വിഷയത്തിൻ്റെയും ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ കമ്പ്യൂട്ടറിനെ പറ്റി നിങ്ങൾ വിചാരിക്കുകയേ വേണ്ട, അത് അവിടെ കിടന്നോട്ടെ, ഞാൻ ഏറ്റു. നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ആദ്യത്തെ വിഷയം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇത്രയും സാധനങ്ങൾ നോക്കുക. ഇത് ഞാൻ പറഞ്ഞു, ബാങ്കിൽ പരീക്ഷ എഴുതാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ്? ഡിഗ്രി. മാത്സ് പഠിച്ച ഡിഗ്രി എന്ന് അവർ എവിടെയും പറഞ്ഞിട്ടില്ല. ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായാൽ മതി. അപ്പൊ ഇന്ത്യയിലെ എല്ലാ ഡിഗ്രിക്കാരനും എഴുതാൻ പറ്റുന്ന പരീക്ഷയായിരിക്കണം. ഇന്ത്യയിലെ എല്ലാ ഡിഗ്രിക്കാരനും എഴുതാൻ പറ്റണമെങ്കിൽ ഇപ്പം ഒരാള് BA എക്കണോമിക്സ് പഠിച്ച ഒരാളാണെന്ന് വിചാരിക്കുക, അല്ലെ BA ഹിസ്റ്ററി, അല്ലെ BA ഇംഗ്ലീഷ്, BA മലയാളം ഒക്കെ പഠിച്ച ഒരാളാണെന്ന് വിചാരിക്കുക. അയാൾ മാത്സ് പഠിക്കുന്ന 10ാം ക്ലാസ് വരെ ആയിരിക്കും. 10ാം ക്ലാസ്സിന് ശേഷം അയാൾ മാത്സ് പഠിക്കാറില്ല. അയാൾ +1 +2 കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഒക്കെ ആയിരിക്കും എടുത്തു പഠിക്കുക. അയാൾ അവിടെ മാത്സ് പഠിക്കണമെന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ ഹയർ ലെവൽ മാത്സോ ട്രിഗ്നോമെട്രിയോ ആൽജിബ്ര ഹയർ ലെവലോ അല്ലെങ്കിൽ ബൈനോമിയൽ തിയറത്തിന്റെ വലിയ എക്സ്പാൻഷനോ ഇതൊന്നും ഇയാൾ, ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ, മെട്രിക്സ്, ഇതൊന്നും ഇയാൾ പഠിക്കണമെന്നില്ല. അതൊന്നും ഇതിനകത്തിൽ ഇല്ലതാണ്. ഇന്ത്യയിലെ എല്ലാ ഡിഗ്രിക്കാരനും എഴുതാൻ പറ്റുന്ന കണക്ക് എന്നാണ് ബാങ്ക് പറയുന്നത്. ഇന്ത്യയിലെ എല്ലാ ഡിഗ്രിക്കാരനും എഴുതാൻ പറ്റും. എല്ലാ ഡിഗ്രിക്കാരനും എഴുതാൻ പറ്റുന്ന കണക്ക്. എല്ലാ ഡിഗ്രിക്കാരനും എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ് വരെയുള്ള കണക്ക്. ഈ സാധനം എല്ലാം 10ാം ക്ലാസ്സിനകത്ത് നമ്മൾ പഠിക്കുന്ന. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 10ാം ക്ലാസ്സിൽ പഠിക്കും അല്ലേ? അതിനകത്ത് ട്രിഗ്നോമെട്രി ഒന്നും ഇല്ല, ആൽജിബ്ര ഇല്ല, ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ ഇല്ല. ഈവൻ പോളിനോമിയൽസ് നമ്മൾ 9ാം ക്ലാസ്സിലോ 10ിലോ പഠിക്കുന്നതാണ്, അതുപോലും ഇതിനകത്തിലില്ല. ഏരിയ ആൻഡ് വോളിയം എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റേ ഈ സർക്കിളിന്റെ ആർക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിനകത്തിൽ വരുന്നില്ല. അതൊന്നും ഇവിടെ വരുന്നില്ല. സോ 10ാം ക്ലാസ് വരെയുള്ള മാത്സ്, 10th ലെവൽ മാത്സ്, അത് മാത്രമാണ് ഇവിടെ. അതാ ഉദാഹരണമാണ് പറഞ്ഞ സിംപ്ലിഫിക്കേഷൻ, നമ്പർ സീരീസ്, ഫ്രാക്ഷൻ, ഡെസിമൽസ്, പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ആവറേജ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഏജ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഏരിയ ആൻഡ് വോളിയം, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ. ഞാൻ ആ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ബോൾഡ് ആക്കി വേറൊരു കളർ കൊടുത്ത് വെച്ചേക്കുന്നതിന്റെ കാരണം അതിൽ ഈ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ പറഞ്ഞാൽ എന്തുവാ? ഒന്നുകിൽ ഒരു ടേബിൾ തരും, അല്ലെങ്കിൽ ഒരു ബാർ ഡയഗ്രം തരും, അല്ലെങ്കിൽ ഒരു പൈ ഡയഗ്രം തരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രാഫോ ഇതോ ഒരു ഡേറ്റയോ നിങ്ങൾക്ക് തന്നിട്ട് അതിൽ നിന്ന് 5 ചോദ്യങ്ങൾ ചോദിക്കും. എടാ മക്കളെ, അത് ചിലപ്പോൾ നിങ്ങളുടെ ഭാഗ്യമുണ്ട് ഒരു 3 സെറ്റ് കാണും. 3 സെറ്റ് എന്ന് പറഞ്ഞാൽ 15 ചോദ്യങ്ങളാണ്. റേഷ്യോ, അതിനകത്തിൽ 2 ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് നോക്കിക്കോണം. പെർസെൻറ്റേജും റേഷ്യോ. ഈ പെർസെൻറ്റേജും റേഷ്യോ നന്നായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ നിങ്ങൾക്ക് പുഷ്പം പോലെ ചെയ്യാം. അപ്പോൾ ആ സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബാക്കി എല്ലാം കൂടെ നിങ്ങൾ കുത്തിയിരുന്ന് പഠിക്കുന്നതിനേക്കാളും ഈ DIക്കും അതുപോലെ നമ്പർ സീരീസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അപ്രോക്സിമേഷൻ, സിംപ്ലിഫിക്കേഷൻ, അതിലൊക്കെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ പറയാം അവിടെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത്. എങ്ങനെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ അതിനെപ്പറ്റി നമുക്ക് അന്നേരം പറയാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിനകത്ത് നിങ്ങൾ മാത്സിന്റെ കാര്യത്തിൽ നിങ്ങൾ കുറച്ച് ഫ്രീ ആയി. പക്ഷെ ഇതിൽ ഇപ്പോൾ നിങ്ങൾ SBI PO അല്ലെങ്കിൽ IBPS PO എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ. അവിടെയും സിലബസ് ഇതൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ അതിന്റെ ഡിഫിക്കൽട്ടി ലെവൽ ചിലപ്പോൾ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ 10 രൂപയ്ക്ക് ഒരു സാധനം മേടിച്ച് 15 രൂപയ്ക്ക് വിറ്റാൽ എത്ര രൂപ ലാഭം കിട്ടുമെന്നൊന്നും ചോദിക്കത്തില്ല. അതിനകത്തിൽ കുറച്ച് നമ്മൾ ചിന്തിക്കണം എന്ന് പറയുമ്പോൾ അപാരമായ മാത്തമാറ്റിക്കൽ സ്കിൽ അല്ല നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ ലോജിക്കാണ്. ഞാൻ എപ്പോഴും കണക്കിന്റെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പിള്ളേരോട് പറയും, നിങ്ങൾ ആദ്യം പേനയല്ല എടുക്കേണ്ടത്, നിങ്ങൾ മനസ്സിലാലോചിക്കും. നിങ്ങൾ ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ തുമ്മുന്നതിനല്ല നിങ്ങൾ പേന എടുത്തുകൊണ്ടിരിക്കാതെ നിങ്ങൾ മനസ്സിലാലോചിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ ഒരു ഈ മനസ്സിലാലോചിക്കാൻ പറയുമ്പോൾ നമ്മുടെ ലോജിക് സൈഡാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. സോ അത് മാത്രം മതി. അല്ലാതെ നിങ്ങൾ കണക്കിൽ എക്സ്പേർട്ട് ആകുമെന്ന് വേണ്ട. എക്സ്പേർട്സിനെ ഇവിടെ ആർക്കും വേണ്ട. എക്സ്പേർട്സിനെ വല്ലതും പഠിപ്പിക്കാൻ വിടാൻ കൊള്ളാം. അവർക്ക് എക്സ്പേർട്സിനെ അല്ല വേണ്ടത്. സോ അത് മനസ്സിലാക്കിയിരിക്കുക. ഇത്രയാണ് ക്വാണ്ടിറ്റേറ്റീവ്. സോ മാത്സ് ഭയങ്കര ഒരു സംഭവമാണ് നിങ്ങൾ വിചാരിക്കുകയേ വേണ്ട. മാത്സിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളവർക്ക് ബാങ്കിൽ ജോലി കിട്ടുമെന്നുള്ളൊരു അബദ്ധ ധാരണ നമ്മുടെ നാട്ടുകാർക്കിടയിലുണ്ട്. ഇപ്പൊ നിങ്ങൾ തന്നെ ബാങ്ക് കോച്ചിങ്ങിന് പോവാണ്. ഞാനിപ്പോൾ ഒരു സാറിന്റെ അടുത്ത് അവിടെ ബാങ്ക് കോച്ചിങ്ങിന് ചേരാൻ പോകും. കണക്ക് നല്ലപോലെ പഠിച്ചോണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഇവരുടെ വിചാരം എന്തോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ബാങ്കിൽ ഇരുന്ന് കണക്ക് കൂട്ടുന്ന പണിയെന്ന അല്ല. ബാങ്കിൽ കണക്ക് കൂട്ടുന്നൊന്നും നിങ്ങളുടെ ജോലിയേ അല്ല. ബാങ്കിൽ കണക്ക് വലിയ കണക്ക് പഠിക്കുന്നത് എന്തിനാണ്? പലർക്കും
നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും ഇംഗ്ലീഷ് നമ്മൾ ഇത്രയും സിലബസുകൾ എന്തിനാണ് വെച്ചിരിക്കുന്നത്? ഈ ബാങ്കിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ആവശ്യമുള്ള ഒരു സ്ഥലമാണ്. ഇപ്പൊ നിങ്ങൾ ഒരു 1,00,000 രൂപ വിഡ്രോ ചെയ്യാൻ വരുന്ന കസ്റ്റമറിന് നിങ്ങൾ 500ന്റെ കെട്ടിന് പകരം, ഇപ്പൊ 500 ആണല്ലോ ഹയർ ഡിനോമിനേറ്റർ, പോട്ടെ 100ന്റെ കെട്ടിന് പകരം നിങ്ങൾ 500ന്റെ കെട്ടെടുത്ത് കൊടുത്താലത്തെ അവസ്ഥ എന്താണ്? എണ്ണിയപ്പോൾ കറക്റ്റാ, പക്ഷെ 100ന്റെ ഒരു 500 എടുത്ത് കൊടുത്തു. സോ നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് നിങ്ങൾക്കൊരു ബോധം ഉണ്ടായിരിക്കണം, അല്ലെ? നിങ്ങളെ ആക്യുറേറ്റ് ആയിരിക്കണം, നിങ്ങൾക്ക് ക്വിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റണം. ഇതൊക്കെ ഒരു മനുഷ്യനെ വിളിച്ചിരുത്തിയിട്ട്, ഇപ്പൊ പൊന്നപ്പൻ എന്ന് പറഞ്ഞൊരു പയ്യനെ SBIയുടെ മാനേജറെ വിളിച്ചിട്ട്, പൊന്നപ്പ നിന്നെ ഞാൻ ഈ ബാങ്ക് ഏൽപ്പിക്കട്ടെ, നീ ഇത് നന്നായിട്ട് നോക്കുകൂടാൻ ചോദിച്ചാൽ പൊന്നപ്പൻ എന്തോ പറയും? സാറേ എന്നെ പോലെ നല്ലൊരു മനുഷ്യൻ ഈ പഞ്ചായത്തിൽ കാണത്തില്ല, എന്നെ ധൈര്യമായിട്ട് ഏൽപ്പിച്ചോളാൻ പറയും. പക്ഷെ അങ്ങനെ അല്ലല്ലോ. അങ്ങനെ വിളിച്ച് ഏതെങ്കിലും ഒരു പൊന്നപ്പന് കൊടുക്കാൻ പറ്റുന്ന ജോലി അല്ല ഇത്. അങ്ങേയറ്റം ഉത്തരവാദിത്തമുള്ള, അങ്ങേയറ്റം നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് വേണ്ട, അങ്ങേയറ്റം ക്വിക്ക് ഡിസിഷൻ എടുക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം. ബാങ്കിലോട്ട് ചെന്ന് നോക്കിയാൽ ഈ ക്വിക്ക് ഡിസിഷൻ എടുക്കുന്നവരൊക്കെ നമുക്ക് കാണാം. അത് കോമഡി, അത് വേറെ കോമഡി. അത് പോട്ടെ, ഈ ബാങ്കിൽ ഇരിക്കുന്നവരെല്ലാം ഇതെല്ലാം തികഞ്ഞവരാണോ എന്നൊരു ചോദ്യം നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് അതിന് ഉത്തരവില്ല. അതുപോലെ പക്ഷെ അത് അവർക്ക് അളക്കാനുള്ള മാർഗം ഇതാണ്. അപ്പോൾ അവർ മാത്സ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ലോജിക് സൈഡ് എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യും, നിങ്ങളൊരു ക്വിക്ക് ഡിസിഷൻ എടുക്കും, റീസണിങ് എബിലിറ്റി, നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് പവർ, എത്ര ക്വിക്കാണ് നിങ്ങൾ, എങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും, ഒരു സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ ടാക്കിൾ ചെയ്യും, അതൊക്കെയാണ് നിങ്ങളുടെ റീസണിങ്ങിലൂടെ അവർ നോക്കുന്നത്. ഇംഗ്ലീഷിലൂടെ നിങ്ങൾക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എങ്ങനെ നല്ലൊരു ഇമെയിൽ അയക്കാൻ പറ്റും, എങ്ങനെ നിങ്ങൾക്ക് ഒരു മീറ്റിംഗിൽ സംസാരിക്കാൻ പറ്റും, എങ്ങനെ നിങ്ങൾക്ക് ഒഫീഷ്യലി ബിഹേവ് ചെയ്യാൻ പറ്റും, എങ്ങനെ നിങ്ങൾക്ക് ഒരു ഫോറിൻ കസ്റ്റമറിനെ ഡീൽ ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലൂടെ അവർ ചെക്ക് ചെയ്യുന്നത്. ഇനി ജനറൽ അവയർനെസ്, ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള ഒരു ബോധമുള്ളവനാണോ, ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നവനാണോ, പുതിയ ടെക്നോളജീസിനെ പറ്റിയും കമ്പ്യൂട്ടറിനെ പറ്റിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ അറിവുള്ളവനാണോ, ഇതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ പരീക്ഷ നടത്താനല്ലേ പറ്റത്തുള്ളൂ. അല്ലാതെ വേറെ ഏത് രീതിയിൽ നടത്താൻ പറ്റും? നിങ്ങൾ പറ, എങ്ങനെ ആളിനെ എടുക്കും? അപ്പൊ അതുകൊണ്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ അവിടെ പോയിരുന്ന് രാവിലെ ആകുമ്പോൾ നിങ്ങളുടെ സീനിയർ മാനേജർ വന്ന ഒരു 50 ചോദ്യം തരും, വൈകുന്നേരം വരെ അവിടെ ഇരുന്നത് ചെയ്യുക, അതല്ല ബാങ്കിലെ നിങ്ങളുടെ പണി. അത് വേറെ ഒരുപാട് ജോലികളുണ്ട്. നിങ്ങൾ കസ്റ്റമറിന്റെ പലിശ കണക്ക് കൂട്ടുമൊന്നും വേണ്ട. അതൊന്നും നിങ്ങൾ പോലും അറിയാതെ അതൊക്കെ ബാങ്കിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ IT ഡിപ്പാർട്ട്മെന്റ് അതിന്റെ സോഫ്റ്റ്വെയറുകൾ അത് ചെയ്തോളും. അതൊന്നും നിങ്ങളുടെ പണിയല്ല. സോ നിങ്ങളുടെ ആ ജോലിക്ക് വേണ്ട സ്കില്ല് നിങ്ങൾ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ വിഷയങ്ങൾ പരീക്ഷയ്ക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മളും ആ ഒരു സ്കില്ലാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ കണക്ക് പഠിക്കാനല്ല നോക്കേണ്ടത്. നിങ്ങളുടെ ലോജിക് സൈഡും നിങ്ങളുടെ കോമൺ സെൻസും, നിങ്ങളുടെ എത്ര ക്വിക്കാണ്, നിങ്ങൾ എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് ഇവിടുന്ന് ഒരു സ്കില്ലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അല്ലാതെ ഇവിടെ വിളിച്ചിരുത്തിയിട്ട് കുറെ കണക്ക് പഠിക്കുകയല്ല, കുറെ റീസണിങ് പഠിക്കുകയല്ല, കുറെ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുകയല്ല. ഇത് ആദ്യമേ മനസ്സിലാക്കണം. ഇത് ആദ്യമേ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു. കുറെ കണക്ക് പഠിച്ചിട്ട് ജോലി കിട്ടാനായിട്ട്, റീസണിങ് പഠിച്ചിട്ട് ജോലി കിട്ടുകയല്ല വേണ്ടത്. ഇതൊരു സ്കില്ലാണ്. നിങ്ങൾ ആ ജോലിക്ക് പറ്റിയ ആളാണോ, നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് ആണ്. സോ നിങ്ങൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തെങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങൾക്ക് ജോലി കിട്ടി, ഇനി അതിനുള്ള ഒരു ട്രെയിനിങ് ആണ്. ട്രെയിനിങ് എല്ലാം കഴിഞ്ഞൊരു ഫൈനൽ എക്സാം, അത് കഴിയുമ്പോൾ നേരെ ജോലിയിലേക്ക്, അത്രേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചാൽ. സോ ഇതൊരു ഒരു ജോബ് ട്രെയിനിങ് ആണ്. ആ ജോലിക്ക് പറ്റിയ ആളാണോ നിങ്ങൾ, അത്രേ ഉള്ളൂ. സോ അതിന് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചതാ, വീണ്ടും ഇത് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പറയുന്നത് സ്കൂളിൽ പഠിക്കുന്ന പോലെ ഇവിടെ പഠിക്കരുതെന്ന്. സ്കൂളിൽ എല്ലാത്തിനും കുത്തിനും ഇടുന്ന പോലെ, എല്ലാത്തിനും പുട്ടിന് വീരി ഇടുന്ന പോലെ സ്റ്റെപ്പും ഒക്കെ എഴുതി അവസാനം ഉത്തരം കിട്ടും. ഇവിടെ അതല്ല. ഹൗ ക്വിക്ക് യു ആർ, എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും, നിങ്ങൾ ആ പ്രോബ്ലം എങ്ങനെ എത്ര പെട്ടെന്ന് സോൾവ് ചെയ്യും, ആ പ്രശ്നത്തിന്റെ പരിഹാരം നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യും എന്നാണ് നോക്കേണ്ടത്. ഇത് മനസ്സിൽ വെച്ചോളാം. അല്ലാതെ കുറെ കണക്ക് പഠിക്കുക എന്നുള്ളതല്ല നമ്മുടെ ജോലി കേട്ടോ. യെസ്, അത് നിങ്ങൾക്ക് ഈ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ കാര്യങ്ങളും ഓക്കെ ആവും. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക്. സോ മാത്സിന്റെ കാര്യം പറഞ്ഞു. അടുത്തത് റീസണിങ് ഞാൻ പറഞ്ഞില്ല, ഇറ്റ്സ് പ്യോർലി ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. ആൻഡ് നിങ്ങൾക്ക് എങ്ങനെ ഒരു സംഭവത്തിൽ ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പ് കണ്ടെത്താൻ പറ്റും. ഒരു സിമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ബാങ്കിന്റെ സീനിയർ മാനേജർ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ എംപ്ലോയീസിന് ഓരോരോ ടാസ്ക് കൊടുക്കും. ഇപ്പം ഒരാൾ എല്ലാ ദിവസവും താമസിച്ച് വരുന്ന ആളാണ്, അപ്പോൾ അയാളെ നിങ്ങൾ ക്യാഷിൽ ഇരുത്തത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ അയാൾക്ക് വേറൊരു ജോലി കൊടുക്കും. ഒരാൾ ഭയങ്കര എന്താ പറയുക ലേസി ആയിട്ടുള്ള ആളാണ്, അയാളെ ഒരിക്കലും നിങ്ങൾ ആ കൗണ്ടറിൽ ഇരുത്തില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെ അവരെ 5 പേരെ നിങ്ങൾ 5 ജോലിയിലേക്ക് അറേഞ്ച് ചെയ്യും. സോ ദാറ്റ് ഈസ് യുവർ റീസണിങ് സ്കിൽ അല്ലേ. അല്ലാതെ നിങ്ങൾ ഈ എന്നും താമസിച്ച് വരുന്നവനെ പിടിച്ച് ക്യാഷിൽ ഇരുത്തുമോ? ഇല്ല. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് റീസണിങ് ഇല്ല. സോ ഈ ഒരു സ്കില്ല് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ബാങ്കിങ് സെക്ടർ.
സോ അതിന് നിങ്ങൾക്ക് റീസണിങ് ഒരു എബിലിറ്റി വേണം. അപ്പോൾ ഇതൊക്കെ പഠിക്കുന്നത് വഴി നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ചിന്തിക്കും. റീസണിങ്ങിന് ഒരു പസിൽ അങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ 5 പേര് വട്ടത്തിൽ ഇരിക്കുന്നു, ഒരുത്തൻ അവൻ്റെ അപ്പുറത്തിരിക്കുന്നു, മറ്റവൻ ഇപ്പുറത്തിരിക്കുന്നു, ഇവന്മാരെല്ലാം എങ്ങനെ അറേഞ്ച് ചെയ്യണം. സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് വഴി നമ്മളുടെ ഈ ഒരു റീസണിങ് സ്കില്ലാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അങ്ങനെയുള്ളവരാണ് നമുക്ക് വേണ്ടത്. സോ അതുകൊണ്ടാണ് ഈ റീസണിങ് പഠിക്കുന്നത്. അല്ലാതെ ഇത് എന്തിനാ ഇത് പഠിക്കുന്നത് ആദ്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതുമല്ലോ എന്തിനാ റീസണിങ് പഠിക്കുന്നത്? എന്തിനോ പരീക്ഷയ്ക്ക് ഇത് പഠിക്കണം, ഇത് പഠിച്ചാലേ ജോലി കിട്ടൂ. അല്ല, ഇത് പഠിക്കുന്നത് ജോലി കിട്ടാൻ വേണ്ടിയല്ല, ആ ജോലിക്ക് വേണ്ടി നിങ്ങളെ സ്വയം സജ്ജമാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഉള്ളിലുള്ള ആ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യണം. എങ്കിലും നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നിങ്ങൾ അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. സോ അതിന് ഇത് വേണം, അതുകൊണ്ട് ഇത് പഠിച്ചു. സോ ഇത് വേണ്ടതാണെന്ന് മനസ്സിലാക്കി പഠിക്കുക, അല്ലാതെ പരീക്ഷ കിട്ടാൻ വേണ്ട സാധനമല്ല ഇത്. മനസ്സിലായോ? യെസ്. അപ്പോൾ കോഡിങ് ഡീകോഡിങ്, ഒരു വാക്കിന് ഒരു കോഡ്, അതിനൊരു അപ്പം ഒരു വാക്കിന് ഒരു കോഡ് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് വേറെ വാക്കിന്റെ കോഡ് എന്താ, അതാണ് കോഡിങ്. പിന്നെ ആൽഫ ന്യൂമറിക് സീരീസ്, കുറേ ലെറ്ററും നമ്പറും ഒരു ഓർഡറും ഇല്ലാതെ തന്നേക്കുന്നു. അതിൽ നിന്ന് ചിലപ്പോൾ ചോദിക്കും വവ്വൽസിൽ മാത്രം 7ാമത് വരുന്ന എത്ര, കൺസണൻസിൽ മാത്രം 7ാമത് വരുന്ന എത്ര, അല്ലെങ്കിൽ വവ്വലിന്റെ അടുത്ത് കൺസണന്റ് വരുന്ന പിന്നെ സിമ്പിൾ വരുന്ന എത്ര എണ്ണം ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. അതാണ് ഈ ആൽഫ ന്യൂമറിക് സീരീസ്. ഇൻഇക്വാലിറ്റീസ്, A ഗ്രേറ്റർ ദാൻ B, B ഗ്രേറ്റർ ദാൻ C, D ഗ്രേറ്റർ ദാൻ E, അങ്ങനെയാണെങ്കിൽ സിയും എയും തമ്മിലുള്ള ബന്ധം എന്തുവാ, അങ്ങനെ ചോദിക്കുന്ന ചോദ്യം. സീരീസ്, ആൽഫ ന്യൂമറിക് സീരീസ് പറഞ്ഞ പോലെ തന്നെ നമ്പർ സീരീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആൽഫബറ്റിക് സീരീസ് ഉണ്ടാവും. ദെൻ ഓർഡർ ആൻഡ് റാങ്കിങ്, ഒരു ലൈനിൽ ഇത്ര പേര് നിൽക്കുന്നു, അതിൽ അവൻ ഇവന്റെ പുറകിലാണ്, ഇവൻ അവന്റെ കൂടെയാണ്, അവൻ ഇപ്പുറത്താണ്, ഇവൻ ഇങ്ങനെ അറ്റത്താണ്, അങ്ങനെയൊക്കെയുള്ള ചോദ്യം. ദെൻ ഡയറക്ഷൻ സെൻസ് ടെസ്റ്റ്, രാവിലെ ഇറങ്ങി തെക്കോട്ട് 3 മീറ്റർ, വടക്കോട്ട് 4 മീറ്റർ, കിഴക്കോട്ട് 2 മീറ്റർ. അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് ഒരു പേപ്പറിലോട്ട് വരച്ച് നോക്കി ഇപ്പോൾ എവിടെയാണ് എന്ന് പറയുക. സോ ദാറ്റ് ഈസ് ഡയറക്ഷൻ സെൻസ്. ആൻഡ് ബ്ലഡ് റിലേഷൻ, എൻ്റെ ഭാര്യയുടെ മകന്റെ ഒരേ ഒരു മകളുടെ ചേട്ടത്തിയുടെ നാത്തൂന്റെ മോന്റെ അനിയന്റെ ചേട്ടന്റെ ഭർത്താവിന്റെ ഇളയ മോനാണ് അവൻ, അങ്ങനെയാണ് അവനും ഞാനും തമ്മിലുള്ള ബന്ധമുണ്ട്. സോ യു ഹാവ് ടു തിങ്ക് അബൌട്ട് ദ ഫാമിലി ട്രീ. സോ അങ്ങനെ വരുന്നതാണ് എന്ത്, ഈ ബ്ലഡ് റിലേഷൻസ് എന്ന്. പിന്നെ പസിൽസ്, നമ്മൾ പറഞ്ഞു ഫ്ലോർ ബേസ്ഡ് പസിൽസ് ഉണ്ട്, ബ്ലോക്ക് ബേസ്ഡ് പസിൽസ് ഉണ്ട്, ഓർഡർ ബേസ്ഡ് പസിൽസ് ഉണ്ട്, റാങ്കിങ് ബേസ്ഡ് പസിൽസ് ഉണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ തരത്തിലുള്ള പസിൽസ്. സോ ഈ പസിൽസ് ഒക്കെ സോൾവ് ചെയ്യുന്നത് വഴി നമ്മളുടെ ആ ഒരു, ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു റീസണിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുവാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് വേണ്ട കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കി പഠിക്കുക. ആ ഒരു താല്പര്യം വന്നു കഴിഞ്ഞാൽ മക്കളെ നിങ്ങളെ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല കേട്ടോ. നിങ്ങളിത് ആർക്കാനും വേണ്ടി ചെയ്യുമല്ല, ഇതാണ് ഈ ജോലിയുടെ സ്വഭാവം ഇങ്ങനെയാണ്, എൻ്റെ ജോലിയുടെ സ്വഭാവം ഇങ്ങനെയാണ്, എനിക്ക് നല്ലൊരു എംപ്ലോയി ആവണം. എങ്ങനെ ഒരു ജോലി കിട്ടുക എന്നുള്ളതായിരിക്കരുത് നിങ്ങളുടെ കരിയറിൽ. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും നിങ്ങളിപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ക്ലർക്കായിട്ട് കയറി, അപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനായിട്ട് എനിക്ക് റിട്ടയർ ചെയ്യണമെന്നായിരിക്കണം. അല്ലാതെ എങ്ങനെങ്കിലും ഒരു ജോലി എന്നുള്ളത് ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യമായിരിക്കരുത് മക്കളെ. എവിടെയെങ്കിലും ഒരു ജോലി എന്നുള്ളത് ഒരു ലക്ഷ്യമായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വളർച്ച ഉണ്ടാവത്തില്ല, നിങ്ങളൊരു ഫെയിലിയർ ആയിരിക്കും. നിങ്ങൾ SBI ക്ലർക്കായിട്ട് കയറി, സോ നിങ്ങൾ അവസാനം വരെ ക്ലർക്കായിട്ട് ഇരിക്കേണ്ട ആളല്ല. നിങ്ങളുടെ വിചാരം എനിക്ക് SBI ചെയർമാനായിട്ട് റിട്ടയർ ചെയ്യണം. അരുന്ധതി ഭട്ടാചാര്യ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു പേരാണ് അരുന്ധതി ഭട്ടാചാര്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു സാധാരണ പ്രൊബേഷണറി ഓഫീസറായിട്ട് കയറിയ ഒരു പെൺകുട്ടിയാണ്. പക്ഷെ അവർ റിട്ടയർ ചെയ്തപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിരുന്നു. അപ്പൊ അത്രയും ഇതിലേക്ക് അവർക്ക് വളരാൻ പറ്റി. അപ്പൊ ഈ റിസർവ് ബാങ്കിന്റെ ഗവർണർ ആവുന്ന ആളുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ബാങ്കിന്റെ ചെയർമാൻ ആണെന്ന് പറയുന്നത് അവിടുത്തെ എംപ്ലോയി തന്നെയാണ്, അല്ലാതെ ഈ ബാങ്കിന്റെ മുതലാളിയുടെ മരുമോനല്ല. അപ്പം അത്രയും വളരാൻ പറ്റും ബാങ്കിൽ. വളരെ വലിയൊരു കരിയർ ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു സ്ഥലം കൂടെയാണ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലർക്കായിട്ട് കയറി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് തന്നെ അടുത്ത വരുന്ന പിയോടെ എക്സാം നിങ്ങൾക്ക് എഴുതാം. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകളുണ്ട്, നിങ്ങൾക്ക് തന്നെ പഠിക്കാനുള്ള അലവൻസുകൾ. ഞാൻ ബാങ്കിന്റെ പെർക്സ് എന്ന് പറയുന്ന സംഭവത്തേക്ക് വരുമ്പോഴത്തേക്ക് പറയാം. അപ്പൊ ഇത്രയാണ് റീസണിങ് എന്ന് പറയുന്നത്. അടുത്തൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ്. എന്തിനാണ് ഈ ഭാഷ പഠിക്കുന്നത്? ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നാണ് പറഞ്ഞത്, നോട്ട് ഇംഗ്ലീഷ് ഗ്രാമർ. ഇംഗ്ലീഷ് ഈസ് ഈക്വൽ ടു ഗ്രാമർ എന്ന് വിശ്വസിക്കരുത് ഒരിക്കലും നിങ്ങൾ. ബാങ്ക് എക്സാമിനെ സംബന്ധിച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ്. യു ഹാവ് ടു ലേൺ ദ ലാംഗ്വേജ്. നിങ്ങൾ ആ ഭാഷ പഠിക്കണം. നിങ്ങൾ മലയാളം പഠിക്കുന്നത് പോലെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണം. നിങ്ങൾ സംസാരിക്കാൻ പഠിക്കണം. എങ്ങനെ ഭാഷ പഠിക്കുക? 3 കാര്യങ്ങൾ: എഴുതുക, വായിക്കുക, കേൾക്കുക. അങ്ങനെയാണ് ഭാഷ പഠിക്കാൻ പറ്റുക. അല്ലാതെ ഇംഗ്ലീഷ് ഈസ് ഈസി, അതുപോലെ റൺ ആൻഡ് മാർട്ടിന്റെ മറ്റേ ഗ്രാമറിന്റെ പുസ്തകങ്ങൾ അതൊക്കെ വേണമെങ്കിൽ മേടിച്ച് വെച്ച് നിങ്ങൾക്ക് പഠിക്കാം. പക്ഷെ 10,000 റൂളുകൾ ഓർത്തിരിക്കണം. മലയാളം നിങ്ങൾ അങ്ങനെയാണോ പഠിച്ചത്? ഏതെങ്കിലും ഒരു സാറിന്റെ മലയാളം ഭാഷാ സഹായി വാങ്ങിച്ച് പഠിച്ചിട്ടാണോ നിങ്ങൾ മലയാളം പഠിച്ചേ? സ്കൂളിൽ പോയിട്ട് ആകെ എഴുതാനല്ലേ പഠിച്ചുള്ളൂ. നിങ്ങൾ സംസാരിക്കാൻ പഠിച്ചത് ആരെയും നിങ്ങളെ വിളിച്ചിരുത്തി പഠിപ്പിച്ചിട്ടാണോ? അല്ല. ജനിച്ച് വീഴുന്ന ഉടനെ തന്നെ ഒരു കുഞ്ഞു കരയും. സോ അതൊരു കമ്മ്യൂണിക്കേഷനാണ് അമ്മയ്ക്കുള്ള. എന്തിന്? പാല് കൊടുക്കാൻ. സോ ഈ ഒരു കമ്മ്യൂണിക്കേഷനാണ് അല്ലേ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണം, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവണം. അത്രേ ഉള്ളൂ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. സോ സംസാരിക്കാൻ പഠിക്കുക.
സംസാരിക്കാൻ പഠിക്കുക. അത് കണ്ടും കേട്ടും എഴുതിയും വായിച്ചും ഒക്കെ പഠിക്കുക. സോ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ടൂള്, നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂള് എന്ന് പറയുന്നത് ന്യൂസ് പേപ്പറാണ്. നാളെ മുതൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ അവൈലബിൾ ആയിരിക്കും. എല്ലാ ദിവസവും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് പേപ്പർ. ഈ ന്യൂസ് പേപ്പർ വായിക്കുന്നതിലൂടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും. 2, കറണ്ട് അഫേഴ്സും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് തരുന്നത് ന്യൂസ് പേപ്പർ. PDF, ഹിന്ദുവിന്റെ PDF നാളെ മുതൽ നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. ആദ്യം കേൾക്കുന്നുണ്ടെങ്കിൽ മോളെ ഇന്നത്തെ ന്യൂസ് പേപ്പർ ഒന്ന് ഇട്ട് കൊടുത്തേക്കണേ. അപ്പോൾ ഈ ഒരു കാര്യം, അപ്പോൾ ഇത് ശ്രദ്ധിച്ചോണം. ന്യൂസ് പേപ്പർ വായിക്കുക. ന്യൂസ് പേപ്പർ വായിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കറണ്ട് അഫേഴ്സ് പ്രിപ്പറേഷന് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും അത് സഹായിക്കും. അപ്പോൾ അങ്ങനെ പഠിക്കുക. പിന്നെ അല്ലാതെ ഇംഗ്ലീഷ് നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഡെയിലി വൊക്കാബുലറി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ വൊക്കാബുലറി എന്ന് പറയുന്നത്. പുതിയ പുതിയ വാക്കുകൾ, അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുക. വേർഡിന്റെ മീനിങ് എന്താണ്, അതിന്റെ ആന്റോണിം എന്താണ്, സിനോണിം എന്താണ് എന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇംഗ്ലീഷ് സെക്ഷനിൽ ചോദിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡെയിലി വൊക്കാബുലറി എന്ന് പറഞ്ഞൊരു PDF നമ്മൾ എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. വൊക്കാബുലറി സഹായിക്കാനായി വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട ഒരു PDF എല്ലാ ദിവസവും നിങ്ങൾക്ക് കിട്ടും. സോ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെച്ച് തന്നെ പഠിക്കാം. വായിക്കുക, ഇംഗ്ലീഷ് പത്രം വായിക്കുക നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യണം. അതൊരു ഹാബിറ്റ് ആക്കണം. രാവിലെ ചില ദിവസം ചായ കിട്ടിയില്ലെങ്കിൽ ഒരു തലവേദന പോലെ തോന്നാറില്ലേ? ചിലർ ചായ കുടിക്കാതെ, ഇപ്പൊ കുടിക്കുന്നവർക്ക് അറിയാമോ, ചായ കിട്ടിയില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. അല്ലെങ്കിൽ എല്ലാ ദിവസവും നമുക്കൊരു വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ഉണ്ടായിരിക്കും. അതില്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് പോലെ ഇത് നിങ്ങൾക്കൊരു ഹാബിറ്റായിട്ട് മാറണം. എന്ത്, ഈ ന്യൂസ് പേപ്പർ വായിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഹാബിറ്റായിട്ട് നിങ്ങൾക്ക് മാറണം. അത് എല്ലാ ദിവസവും പത്രം വായിച്ചിരിക്കണം, എല്ലാ ദിവസവും. അപ്പോൾ അങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കും, നിങ്ങൾ പോലും അറിയാതെ. പക്ഷെ അതൊരു ഹാബിറ്റായിട്ട് എടുത്ത് എല്ലാ ദിവസവും കൃത്യമായിട്ട് അത് ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളത് ഒരു ഹാബിറ്റായിട്ട് എടുക്കുക. സോ ആ ഒരു കാര്യം ചെയ്യും എന്ന് എനിക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുന്ന എത്ര പേരുണ്ട്? എല്ലാ ദിവസവും സാർ ഞാൻ ഇംഗ്ലീഷ് പത്രം ഒരു 10 മിനിറ്റെങ്കിലും, 10 മിനിറ്റ് അല്ല, ഒരു അരമണിക്കൂറെങ്കിലും എല്ലാ ദിവസവും ഞാൻ ഇംഗ്ലീഷ് പേപ്പർ ഇന്ന് മുതൽ വായിക്കും എന്ന് പറയുന്ന എത്ര പേരുണ്ട്? പറയാൻ ധൈര്യമുള്ളൂ, വെറുതെ പറയരുത്. ആരും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ മക്കളെ, പക്ഷെ പറഞ്ഞാൽ ചെയ്യണം. പറയൂ, ചെയ്യൂ. യെസ് സാർ, ഓക്കെ, ആയിക്കോട്ടെ. ആവേശത്തെ ഞാൻ കെടുത്തുന്നില്ല, പക്ഷെ എന്നും അതുണ്ടായിരിക്കണം. ട്രൈ ചെയ്താൽ മതി. ട്രൈ ചെയ്ത് ആദ്യമൊക്കെ ഭയങ്കര ബോറിംഗ് ആയിരിക്കും, പിന്നെ അതങ്ങ് ശരിയായിരിക്കും. എന്ത് സാധനവും ആദ്യം നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. എന്ത് കാര്യവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. നമ്മുടെ കംഫർട്ട് സോണിന് പുറത്തുള്ള കാര്യങ്ങളാണ്. സോ അത് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. പക്ഷെ ആ ഇറിറ്റേഷൻ പിന്നീട് നമ്മുടെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറും. അങ്ങനെ മാറും. സോ അത് ധൈര്യമായിട്ട് വായിക്കുന്നുണ്ട് സാർ അഖില, വെരി ഗുഡ്. അതിൻ്റെ ഒരു എഫക്റ്റ്, അതിൻ്റെ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പരീക്ഷകളിൽ, ഇംഗ്ലീഷ് എക്സാമുകളിൽ നിങ്ങൾ കാണും. ഇംഗ്ലീഷിന് പൊതുവേ ഇന്ത്യക്കാർ പുറകിലാണ്. നമ്മുടെ നാഷണൽ ആവറേജ് തന്നെ ഇംഗ്ലീഷ് പരീക്ഷയുടെ കട്ട് ഓഫ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ബാക്കി വിഷയങ്ങളെക്കാളും ഒക്കെ ഇംഗ്ലീഷിന്റെ കട്ട് ഓഫ് താഴെയായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല. ഈ ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ, ഭാഷ പഠിക്കാൻ ഞാൻ പറഞ്ഞാൽ ഗ്രാമർ പഠിക്കാന്നല്ല, സംസാരിക്കാൻ പഠിച്ചാൽ, ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് ഇംഗ്ലീഷിനകത്ത് നിന്ന് കഴിക്കാം. അപ്പൊ സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. സോ നിങ്ങൾ ചിന്തിക്കുന്നതെല്ലാം മലയാളത്തിലാണ്, ഇംഗ്ലീഷിൽ ചിന്തിച്ചു നോക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ ഫ്രണ്ടിന് മെസ്സേജ് ചെയ്യും, നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ആലോചിക്കും, ചിന്തിക്കത്തില്ല എനിക്ക് വിശക്കുന്നു, അല്ലെങ്കിൽ നാളെ അവിടെ പോകണം. ഇതെല്ലാം നിങ്ങൾ ഇംഗ്ലീഷിൽ ചിന്തിക്കൂ, ഇംഗ്ലീഷിൽ പറയൂ. നിങ്ങൾ കണ്ട സിനിമയുടെ കഥ ഇംഗ്ലീഷിൽ എഴുതൂ. നിങ്ങളിപ്പോൾ പുതിയതായിട്ട് കണ്ട സിനിമ, നിങ്ങൾ മാർക്കോ കണ്ടു, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ സിനിമ നിങ്ങൾ കണ്ടു, അതിൻ്റെ കഥ നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെ പറ്റി നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതൂ. നിങ്ങളുടെ ആദ്യത്തെ ശമ്പളം എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതൂ. അപ്പോൾ ഇതൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ വാക്കുകൾക്ക് വേണ്ടി അന്വേഷിക്കും. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വാക്കുകൾക്ക് വേണ്ടി നമ്മൾ അന്വേഷിക്കും, വാക്കുകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. സോ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ലാംഗ്വേജ്, നമ്മളൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തത്. ബിക്കോസ് നമുക്ക് ആവശ്യമില്ല. കാരണം നമ്മുടെ അച്ഛനും അമ്മയും ചേട്ടനും ചിറ്റപ്പനും മാമനും കടക്കാരനും നിങ്ങളുടെ സാറും നിങ്ങളുടെ കോളേജിലെ നിങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരും നിങ്ങളോട് സംസാരിക്കുന്ന മലയാളത്തിലാണ്. നാളെ സ്വിച്ചിട്ട പോലെ ഇവരെല്ലാം ഇംഗ്ലീഷിൽ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളും ഇംഗ്ലീഷിൽ സംസാരിക്കും. ബിക്കോസ് സർവൈവൽ എന്നൊരു സാധനമുണ്ട്. കണ്ണടച്ച് ഉറക്കുമ്പോൾ നിങ്ങൾ ന്യൂജേഴ്സിയിലാണ്, അമേരിക്കയിൽ. ചുറ്റിനുള്ള എല്ലാവരും ഇംഗ്ലീഷുകാർ. നിങ്ങൾക്കാണെങ്കിൽ വിശക്കുന്നു, ദാഹിക്കുന്നു, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കും. 1 മാസം അവിടെ നിന്നാൽ മതി. സായിപ്പിനെ വെല്ലുന്ന രീതിയിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കും. ഇവിടെ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ്.
നെസസിറ്റി ഇസ് ദ മദർ ഓഫ് ഓൾ ഇൻവെൻഷൻസ്. ആവശ്യമാണ് എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും മാതാവ്. നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ് പഠിക്കാത്തത്. ബിക്കോസ് മലയാളമുണ്ട്, മദർ ടങ് ഇൻഫ്ലുവൻസ്. എന്തിനും മലയാളമുണ്ട്. ഇപ്പൊ ഞാൻ ഈ പറയുന്നത് ഞാനും മലയാളത്തിലല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ അതാണ് പ്രശ്നം. സോ നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ പഠിക്കത്തില്ല. അപ്പോൾ അതൊരു ആവശ്യമാണെന്ന് വിചാരിക്കുക, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക, എന്നിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷൊക്കെ ഈസി ആയിക്കോളും. അല്ലാതെ ക്ലാസ് കിട്ടും, നിങ്ങൾക്ക് ഇംഗ്ലീഷിന് ക്ലാസ്സുകൾ ഉണ്ടാവും നിങ്ങൾക്ക്. പക്ഷേ എത്ര ക്ലാസ്സുകൾ തന്നാലും നിങ്ങൾ ഭാഷ പഠിക്കുക മക്കളെ. ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. സോ യു ഹാവ് ടു ലേൺ ദ ലാംഗ്വേജ്. സോ ജനറൽ അവയർനെസ് അടുത്തത്. ജനറൽ അവയർനെസ് ഇസ് ഓൾ അബൌട്ട് കറണ്ട് അഫേഴ്സ് ആൻഡ് ബാങ്കിങ് അവയർനെസ്. കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു 6 മാസം പരീക്ഷ നടക്കുന്നതിനൊരു 6 months ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടത്തും. വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ബാങ്കിങ് ഇൻഡസ്ട്രി എന്നൊരു വാക്ക് അവർ പറയുന്നുണ്ട്. വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ബാങ്കിങ് ഇൻഡസ്ട്രി. ബാങ്കിങ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ബാങ്കിങ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ അത് ഹെൽപ്പ്. അപ്പോൾ ബാങ്കിങ് ഇൻഡസ്ട്രി, എക്കോണമി, സ്പോർട്സ്, ഇന്റർനാഷണൽ ന്യൂസ്, നാഷണൽ ന്യൂസ്, അതിലൊക്കെ. അല്ലാതെ ഇപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിലെ പാലം തകർന്നു, അല്ലെങ്കിൽ കേരളയുമായി ബന്ധപ്പെട്ട പദ്ധതി, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ജില്ലയിൽ നടന്ന കാര്യം, പുതിയ പാലം ഉദ്ഘാടനം, അതൊന്നും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നില്ല. നാഷണൽ, ഇന്റർനാഷണൽ, സ്പോർട്സ്, എക്കോണമി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് പഠിക്കുക. പിന്നെ ബാങ്കിങ് അവയർനെസ്, അത് ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. ബാങ്കിങ് അവയർനെസ് 1-2 ക്ലാസ് കൊണ്ട് തന്നെ റെഡി ആവുന്നതേ ഉള്ളൂ. അതിന് ചില ഒരു പരീക്ഷയെ കുറച്ച് ചോദ്യങ്ങളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ അത് ഈസിയാണ്. അതിനപ്പുറത്തോട്ടൊന്നും നമുക്ക് ചോദിക്കത്തില്ല. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരു ഡെയിലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരാളിന് ഈ ഒരു സെക്ഷൻ ഈസിയാണ്. ദെൻ എങ്ങനെ പഠിക്കണം? ഏറ്റവും പ്രധാന ആദ്യത്തെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്പീഡ് ആൻഡ് ആക്യുറസി. ഇവർ തമ്മിലൊരു ബന്ധമുണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു 50 ക്വസ്റ്റ്യൻ തരുവാണ്. 50 ക്വസ്റ്റ്യൻ മാത്സ് SBI ക്ലർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ട് 50 ക്വസ്റ്റ്യൻ തരികയാണ്. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞു മക്കളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ സമയമുണ്ട്, ചെയ്തോളാൻ പറഞ്ഞു. നിങ്ങൾ ചെയ്യും, 50 ശരിയാക്കും. അതേ അടുത്ത ദിവസം ഞാൻ വന്നിട്ട് ഇതേപോലെ വേറൊരു 50 ക്വസ്റ്റ്യൻ തരുന്നു, അപ്പോൾ ഒരു അരമണിക്കൂർ സമയം തരുന്നു, ചെയ്യാൻ പറഞ്ഞു. സോ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഈ 50 എണ്ണം ചെയ്യുകയാണെങ്കിൽ അതിലൊരു 10-15 എണ്ണം ശരിയും ബാക്കി എണ്ണം തെറ്റുമായിരിക്കും. കാരണം എന്താ? ബിക്കോസ് ആദ്യം നിങ്ങൾക്ക് തന്നപ്പോൾ നിങ്ങൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ സമയം ഉണ്ടാവും. നിങ്ങൾ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് അവിടെ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പല പ്രാവശ്യം ഉറപ്പിച്ച് നോക്കിയിട്ട് ആൻസർ മാർക്ക് ചെയ്തതാണ് അല്ലേ. സോ നിങ്ങൾക്ക് സ്പീഡ് വളരെ കുറവാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആക്യുറസി വളരെ കൂടുതലായിരിക്കും. സോ സ്പീഡ് കുറയുന്നതിനനുസരിച്ച് ആക്യുറസി കൂടും. നിങ്ങൾ സ്പീഡ് കൂട്ടാൻ നോക്കിയാൽ നിങ്ങളുടെ ലെവൽ ഓഫ് ആക്യുറസി കുറയും. സമയം നിങ്ങൾക്ക് കുറച്ചാ തരുന്നത്, ഇനി ഞാൻ 10 മിനിറ്റ് തരികയാണ് 50 ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് സമയം വളരെ കുറഞ്ഞു. സമയം വളരെ കുറയുമ്പോൾ സ്പീഡും വളരെ കുറയും അല്ലേ. നിങ്ങൾ നിങ്ങൾ സ്പീഡ് കൂട്ടി ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ സ്പീഡ് കൂട്ടി, സമയം കുറവായതുകൊണ്ട് നിങ്ങൾ സ്പീഡ് കൂട്ടി ചെയ്യും. സ്പീഡ് കൂട്ടി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആക്യുറസി കുറയും. സോ സ്പീഡ് കൂടിയാൽ ആക്യുറസി കുറയും, സ്പീഡ് കുറഞ്ഞാൽ ആക്യുറസി കൂടും. സോ ഇതൊരു ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. ഒന്ന് കൂടിയാൽ മറ്റത് കുറയും. സോ നിങ്ങൾ ഇവിടെ നോക്കേണ്ടത് ഈ ഒരു ട്രെയിനിങ്ങിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പ് രണ്ടും നേരെയാക്കണം. സ്പീഡും കൂടണം, ആക്യുറസിയും കൂടണം. എൻ്റെ സ്പീഡും കൂടണം, എൻ്റെ ആക്യുറസിയും കൂടണം. അതിനൊരൊറ്റ വഴിയുള്ളൂ, പ്രാക്ടീസ്. കുറേ ചെയ്യുക. കുറേ എന്ന് പറഞ്ഞാൽ ഈ കുറേ എന്നതിന് ഇൻഫിനിറ്റി എന്നാണ് ഞാൻ പറയുന്നത്. ഇൻഫിനിറ്റി, അത്രയും ചെയ്യുക. എത്ര ചെയ്യുന്നു ഒരിക്കലും അത് അധികം ആവത്തില്ല. കുറച്ച് ആളുകൾ പറയും സാർ ഞാൻ കുറേ കഷ്ടപ്പെട്ട് എനിക്ക് ജോലി കിട്ടിയില്ല. അവർ ചെയ്തത് പോരാത്തതുകൊണ്ടാണ്. അതൊന്നും അല്ലായിരുന്നു എന്ന് മനസ്സിലാക്കുക. വീണ്ടും വർക്ക് ചെയ്യും, അത്രേ ഉള്ളൂ. സോ എത്ര ചെയ്താലും അതൊരിക്കലും കൂടുതലാണെന്ന് വിചാരിക്കരുത്. അതെനിക്കങ്ങ് ഒരുപാട് ഞാനങ്ങ് വർക്ക് ചെയ്തെന്ന് വിചാരിക്കരുത്. അത് പോരായിരുന്നു. ഒരു ദിവസം നിങ്ങൾ 15 മണിക്കൂർ വർക്ക് ചെയ്തു, പോരാ. സോ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവാതിരിക്കുക. ഇപ്പോൾ ഇത് ആവേശം മൂത്തിട്ട് ചിലർ എന്ത് ചെയ്യും, ഒരു ദിവസം ഒരു 5 മണിക്കൂർ ഇരുന്ന് പഠിക്കും. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും അവൻ 5 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നത്. അപ്പോൾ അവൻ വിചാരിക്കും ഞാൻ എന്തോ ഭയങ്കരമായിട്ട് ചെയ്തത്. അല്ല, അപ്പുറത്ത് വേറൊരിടത്തും 15 മണിക്കൂർ ഇരുന്ന് പഠിച്ചിട്ട് ജോലി കിട്ടിയിട്ടില്ല. അപ്പോൾ പറയുന്നത്, ഞാൻ ഈ പറഞ്ഞത് നിങ്ങളെ പേടിപ്പിക്കുമല്ല, ഞാൻ റിയാലിറ്റിയാണ് പറയുന്നത്. എനിക്ക് നിങ്ങളെ സന്തോഷിപ്പിച്ച് ഇങ്ങനെ നിർത്തിയിട്ട് എനിക്കൊന്നും നേടാനില്ല. ഞാൻ റിയാലിറ്റിയാണ് പറയുന്നത്. മക്കളെ വർക്ക് ചെയ്യണം. അത് യേശു സാറിൻ്റെ അടുത്ത് വന്നാലും ഇന്ത്യയിലെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. നിങ്ങൾ വർക്ക് ചെയ്താലേ നിങ്ങൾക്ക് ജോലി കിട്ടും. നിങ്ങൾ കഷ്ടപ്പെടണം, നിങ്ങളൊരു എഫേർട്ട് എടുക്കാൻ തയ്യാറായിരിക്കണം. പ്രത്യേകിച്ച് ഏറ്റവും അവസാനം ഞാൻ എഴുതി വെച്ചേക്കുന്നുണ്ടോ, ക്ലറിക്കൽ എക്സാംസ് ആർ ഓൾവേസ് സ്പീഡ് ടെസ്റ്റ്.
ഇവിടെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. സമയം തന്നാൽ മൊത്തം മാർക്ക് 35 ചോദ്യങ്ങൾ മാത്സിന്റെ അല്ലെ 35 റീസണിങ് 30 ഇംഗ്ലീഷ് സമയം തന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇരുന്ന് ചെയ്യും. പക്ഷെ നമുക്ക് സമയമില്ല, നമുക്ക് 1 മണിക്കൂറേ ഉള്ളൂ. സോ വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം. സ്പീഡ് ടെസ്റ്റ് ആയിരിക്കും ക്ലറിക്കൽ എക്സാംസ് എന്ന് പറയുന്നത്. സോ അതൊരു റിയാലിറ്റി ആണ്, അത് മനസ്സിലാക്കുക. നേരത്തെ കട്ട് ഓഫ് കണ്ടോ, 75 80 ഒക്കെ കട്ട് ഓഫ് വന്ന കണ്ടോ. അപ്പൊ അതുകൊണ്ട് സ്പീഡ് ടെസ്റ്റ് ആണ്. സോ നമ്മളും ആ ഒരു സ്പീഡിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുക, വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക. അപ്പം അതിനുവേണ്ടി ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഞാൻ ഈ കാര്യങ്ങളുടെയൊക്കെ ഒരു റിയാലിറ്റി, ഒരു പിക്ചർ നിങ്ങൾക്ക് തരിക. സോ രണ്ടാമത്തേത് ടൈം മാനേജ്മെന്റ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ എപ്പോൾ ഇരുന്നാലും ടൈമർ വെച്ച് തന്നെ ചെയ്യണം. നിങ്ങളൊരു ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത് ആയിക്കോട്ടെ, ഈ ഓൺലൈനിലൊക്കെ ഒരു 200 രൂപ എടുത്തു കഴിഞ്ഞാൽ ടൈമർ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ പറഞ്ഞാൽ സാർ മൊബൈലിലുണ്ടല്ലോ, മൊബൈൽ ഇസ് ഓൾവേസ് എ ഡിസ്ട്രാക്ഷൻ, മൊബൈൽ ഉപയോഗിക്കരുത് പ്ലീസ്, മാറ്റി വെക്കുക സാധനം. ഒരു ചെറിയ ടൈമർ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ഒരു 200 രൂപയുള്ളൂ, ഓൺലൈനിലൊക്കെ ആമസോണിലൊക്കെ അത് അവൈലബിൾ. അത് വാങ്ങിച്ചു വെക്കുക. അത് ഏതൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിലും ഈ ടൈമർ വെച്ച് തന്നെ നിങ്ങൾ ചെയ്യുക. അല്ലാതെ നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ട് ഇങ്ങനെ നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾ ചെയ്ത് പഠിക്കരുത്. എപ്പോഴും നിങ്ങൾ ഒരു 50 ക്വസ്റ്റ്യൻ എടുക്കുക, അല്ലെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ എടുക്കുക. 10 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ 36 സെക്കൻഡ് സമയം വെക്കുക, അല്ലെങ്കിൽ ഒരു 40 സെക്കൻഡ് സമയം വെക്കുക ഒരു ചോദ്യത്തിന്. അപ്പോൾ 40 × 20 ഇത്ര സെക്കൻഡ്. അപ്പോൾ ആ സെക്കൻഡ് അതിൽ സെറ്റ് ചെയ്യുക, അത് ഓണാക്കുക, എന്നിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യാവൂ. സോ എങ്കിലേ നിങ്ങൾ ഈ ടൈം മാനേജ് ചെയ്യാൻ പഠിക്കൂ. അല്ലാതെ നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് കുറേ ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചായിരിക്കുക. നിങ്ങൾക്ക് തോന്നുന്ന സമയം എടുത്താൽ ചെയ്ത് പഠിച്ചത് അല്ല. ആദ്യം അതൊരു ടൈമർ വെച്ച് ചെയ്യുക, എന്നിട്ട് അതിൽ എന്താ തെറ്റ് പറ്റിയെന്ന് നോക്കുക, റിവ്യൂ ചെയ്യുക, വീണ്ടും ചെയ്യുക. എന്നിട്ട് ഈ ടൈം നിങ്ങൾ നോട്ട് ചെയ്യുക. നിങ്ങളുടെ സമയം എത്രയാണ്, നിങ്ങൾക്ക് ആ ടൈമിന് അതിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. സോ ടൈം മാനേജ്മെന്റ്. സോ എല്ലാവരും മോക്ക് ടെസ്റ്റുകൾ ചെയ്യും, പക്ഷെ ആരും റിവിഷൻ ചെയ്യാറില്ല. മോക്ക് ടെസ്റ്റ് എഴുതും, അതിന്റെ സ്കോർ വന്നു, ഓ എത്ര സ്കോർ കുറഞ്ഞു, ജസ്റ്റ് ഒന്ന് നോക്കും. ആ ചോദ്യങ്ങളെല്ലാം ഒന്നുകൂടെ റിവൈസ് ചെയ്യുക, വീണ്ടും അതൊന്നുകൂടെ റിവൈസ് ചെയ്യുക. അതിൽ എന്താ തെറ്റെന്ന് മനസ്സിലാക്കുക, റിവൈസ് ചെയ്യുക, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. സോ റിവിഷൻ പ്രാക്ടീസ്, റിവിഷൻ പ്രാക്ടീസ്. സോ റിവിഷൻ പ്രാക്ടീസ്, റിവിഷൻ പ്രാക്ടീസ് അല്ലെ, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് അസൈൻമെന്റ്, ഓരോരോ അസൈൻമെന്റ് നിങ്ങളായിട്ട് ചെയ്യുക. ഇന്നൊരു ദിവസം ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്യും, ഇന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കും, നാളെ സിംപ്ലിഫിക്കേഷൻ നോക്കും. അങ്ങനെ ഓരോ അസൈൻമെന്റ് നിങ്ങൾക്ക് തന്നെ കൊടുക്കുക, നിങ്ങൾ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുക. സോ ഈ ഒരു പേജിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ എന്നിട്ട് നിങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഞാൻ ഒരിക്കലും ആർക്കും ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുക്കത്തില്ല. ബിക്കോസ് ഞാൻ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ എൻ്റെ ടൈം വെച്ചിട്ടായിരിക്കും. എനിക്ക് രാവിലെ പഠിക്കാനായിരിക്കും ഇഷ്ടം, എനിക്ക് രാവിലെ ആയിരിക്കും ഞാൻ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. ചിലർക്ക് രാത്രി ആയിരിക്കും, ചിലർക്ക് വെളുപ്പാങ്കാലമായിരിക്കും. സോ ഓരോരുത്തർക്കും ഇറ്റ്സ് പേഴ്സൺ ടു പേഴ്സൺ മാറിക്കൊണ്ടിരിക്കും. സോ ഒരിക്കലും ഞാൻ ആർക്കും ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കത്തില്ല. നിങ്ങളുടെ സമയം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കംഫർട്ട് സോൺ, നിങ്ങളുടെ ടൈം നിങ്ങൾക്കറിയാം. അത് വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, അതനുസരിച്ച് വർക്ക് ചെയ്യുക. പറഞ്ഞാൽ മനസ്സിലായോ? പരീക്ഷ വരുന്നതും പോകുന്നതും ഒക്കെ വളരെ പെട്ടെന്നായിരിക്കും. ബാങ്ക് എക്സാംസ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും റിക്രൂട്ട്മെന്റ്. അല്ലാതെ ഇന്ന് നോട്ടിഫിക്കേഷൻ വന്ന 6 മാസവും 1 വർഷം കഴിഞ്ഞൊന്നും അല്ല പരീക്ഷ. നോട്ടിഫിക്കേഷൻ ജനുവരി വന്ന് ഫെബ്രുവരി പരീക്ഷ നടക്കും, മാർച്ചിൽ മെയിൻ എക്സാം നടക്കും, ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആകുമ്പോഴത്തേക്ക് ജോലി കയറാം. അത്ര ഫാസ്റ്റ് ആയിരിക്കും റിക്രൂട്ട്മെന്റ്. അല്ലാതെ ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ പിള്ളേരെ ഇട്ട് പറ്റിക്കുന്ന പരിപാടിയൊന്നും ബാങ്കിനില്ല. കാരണം അവർക്ക് ആളിനെ വേണം, അവരുടെ കാര്യങ്ങൾ നടക്കണം. അല്ലാതെ അവർക്കിതൊരു ബാധ്യതയല്ല, അവരുടെ കാര്യങ്ങൾ നടക്കണം. അവര് 100 ചോദിച്ചാൽ IBPS 10 കൊടുക്കുന്നത്, എന്നിട്ട് തന്നെ ബാങ്കിൽ സ്റ്റാഫ് ഇല്ല. ഇവര് റിപ്പോർട്ട് ചെയ്യുന്ന അത്രയും കൊടുക്കുന്നില്ല. കേരള ഗ്രാമീൺ ബാങ്ക് എല്ലാ വർഷവും സമരം, അവർക്ക് ആളില്ലെന്ന് പറഞ്ഞിട്ട്. കാരണം കാനറ ബാങ്കിന് ഡെപ്യൂട്ടേഷന് വേണ്ടി പോവാണ് കൂടുതൽ ആളുകൾ. അതുകൊണ്ട് കാനറ ബാങ്കിന് പ്രശ്നമാണ്, കേരള ഗ്രാമീൺ ബാങ്കിനും പ്രശ്നമാണ്. കാരണം ഈ കേരള ഗ്രാമീൺ ബാങ്കിനെ സ്പോൺസർ ചെയ്തേക്കുന്നത് കാനറ ബാങ്ക്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒന്നാമത് സ്റ്റാഫ് ഇല്ല. അപ്പൊ എത്ര പെട്ടെന്ന് അവർക്ക് ആളിനെ കിട്ടും, അവരതിന് വെയിറ്റ് ചെയ്തിരിക്കുക. സ്റ്റാഫിനെ വെൽക്കം ചെയ്യാനായിട്ട് SBI വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ അല്ല അവർക്ക് അതുകൊണ്ട് ഇതിന്റെ പുറകെ ഒരു കൊല്ലം നടക്കാനൊന്നും സമയമില്ല. അവർക്ക് എത്രയും പെട്ടെന്ന് ആളിനെ വേണം. സോ റിക്രൂട്ട്മെന്റ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. സോ ഇനി മറ്റൊരു കാര്യം, പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ മുതൽ തന്നെ മെയിൻസിനൂടെ പ്രിപ്പയർ ചെയ്തോണം. അല്ലാതെ പ്രിലിംസ് കഴിഞ്ഞിട്ടല്ലേ സാർ മെയിൻസ്. ഒരു 20 ദിവസം കിട്ടിയ ഭാഗ്യം പ്രിലിംസിന്റെ റിസൾട്ട് വന്നിട്ട്. ചിലപ്പോൾ ഒരു മാസം, ചിലപ്പോൾ ഭാഗ്യമുണ്ട് 1 മാസം കിട്ടും, അല്ലെങ്കിൽ ഒരു 20-25 ദിവസത്തിനകത്ത് മെയിൻസ് എക്സാം നടക്കും. കാരണം അല്ലാതെ മെയിൻസിന് വേണ്ടി ഇരുന്ന് പഠിക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ല. ഇന്ന് മുതൽ പഠിച്ചോണം, ഇന്ന് മുതൽ കറണ്ട് അഫയേഴ്സ് നോക്കിക്കോണം, ഇന്ന് മുതൽ ബാങ്കിങ് അവയർനെസ് നോക്കിക്കോണം, ഇന്ന് മുതൽ അത് കൂട്ടത്തിൽ പഠിച്ചോണം. അല്ലാതെ പ്രിലിംസ് കഴിഞ്ഞിട്ട്, പ്രിലിംസ് കിട്ടിയാലല്ലേ സാർ മെയിൻസ്, അതവിടെ നിൽക്കട്ടെ. മെയിൻസിന് ഇപ്പോഴേ പഠിച്ചോണം. പ്രിലിംസ് കിട്ടാനാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. ഭാഗ്യപരീക്ഷണത്തിനല്ലല്ലോ ആരും വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ലോട്ടറി എടുക്കുന്ന പോലെ അല്ലല്ലോ, ഉറപ്പിച്ച കാര്യമല്ലേ, വിചാരിച്ചതല്ലേ, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് വിചാരിച്ച കാര്യമല്ലേ. അപ്പോൾ അത് നടക്കും. അപ്പോൾ മെയിൻസിന് വേണ്ടിയും കൂടെ
പഠിച്ചോണം. അല്ലാതെ പ്രിലിംസിന് വേണ്ടി മാത്രം നമ്മുടെ ക്ലാസ്സും ആ രീതിയിലായിരിക്കും പോവുക. മെയിൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഇപ്പം മുതൽ തന്നെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സും ബാങ്കിങ് അവയർനെസ്സും ഇംഗ്ലീഷും എല്ലാ കാര്യങ്ങളും ഇപ്പം മുതൽ തന്നെ പഠിച്ചോണം. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ പരീക്ഷ എന്താണെന്നും എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും ഉള്ള കാര്യങ്ങൾ. പിന്നെ ഇത് പേ സ്കെയിൽ എന്ന് പറയുമ്പം ഈ കാണിച്ചിരിക്കുന്ന ഒന്നുമല്ല. ഇത് നിങ്ങളുടെ ബേസിക് പേ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് 26,000 രൂപ. 2 എക്സ്ട്രാ അലവൻസുകൾ ഗ്രാജുവേറ്റ്സിനുണ്ട്, 2 ഗ്രേഡ് പേ, 2 അഡ്വാൻസ് ഇൻക്രിമെന്റ് ഉൾപ്പെടെ. ഈ ഇൻക്രിമെന്റ് ഓരോ വർഷം എനിക്ക് തോന്നുന്നു 1,250 വെച്ചിട്ടാന്ന് തോന്നുന്നു. അത് അത്ര ഇങ്ങനെ ഓരോ വർഷം കഴിയുമ്പോഴും ഈ സാലറിയുടെ കൂടെ അതിങ്ങനെ 1,250 1,450 തോന്നുന്നു, അത് ആഡ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ അല്ലാതെ ധാരാളം പെർക്സ് നിങ്ങൾക്ക് ബാങ്ക് ഓഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പെട്രോൾ അലവൻസ് ഉണ്ട് ട്രാവലിങ്ങിന് 14 ലിറ്റേഴ്സ് ആണെന്ന് തോന്നുന്നു ഒരു മാസം. അത്രയും പെട്രോൾ അലവൻസ് ഉണ്ട് നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾക്ക് ഫർണിച്ചർ അലവൻസുകളുണ്ട്, നിങ്ങൾക്ക് ടൂർ പാക്കേജുകളുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ലേണിംഗ് അലവൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഡിഗ്രി ഉള്ളൂ, നിങ്ങൾക്ക് PG എടുക്കണം, ബാങ്കിന്റെ ചെലവിൽ നിങ്ങൾക്ക് PG എടുക്കാം. പാസ്സാവണമെന്ന് ഒരൊറ്റ നിർബന്ധമുള്ളൂ, അല്ലെങ്കിൽ കാശ് തിരിച്ചടയ്ക്കണം. പാസ്സാവുകയാണെങ്കിൽ ഒന്ന് പൈസ നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ട. ബാങ്കിന്റെ ചെലവിൽ നിങ്ങൾക്ക് MBA എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ എടുക്കാം. നിങ്ങൾക്ക് ചിലർ ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് PGക്കൊക്കെ പോകും. ഞാൻ ആ പിള്ളേരോട് പറഞ്ഞ മക്കളെ നിങ്ങളൊരു ജോലി മേടിക്കും, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റിയുടെ ഇന്ന് നിങ്ങൾക്ക് PG ചെയ്യാം, 10 പൈസ ചിലവില്ലാതെ ചെയ്യാം. ഡിഗ്രിക്ക് പോയിട്ട് നിങ്ങൾ വീണ്ടും ബാങ്ക് എക്സാം ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് PGക്ക് പോകാതെ നിങ്ങൾക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിന്റെ ചെലവിൽ പഠിക്കാം. ലേണിംഗ് അലവൻസ് ഉണ്ട്, നിങ്ങൾക്ക് എന്ത് വേണേലും ആകാം. കാരണം ബാങ്ക് നോക്കുന്നത് ബാങ്കിന് കുറച്ചുകൂടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളിനെ കിട്ടും. അപ്പോൾ ബാങ്കിന് അഡ്വാൻറ്റേജ് ആണ്, അതുകൊണ്ട് ബാങ്ക് അത് നോക്കും. പിന്നെ നിങ്ങൾക്ക് ധാരാളം നിങ്ങൾ അഫ്കോഴ്സ് നിങ്ങളൊരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ലോൺസിനൊന്നും ഒരു പാടില്ല. നിങ്ങൾക്ക് ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഞാൻ പോയിട്ട് ഒരു ഹൗസിംഗ് ലോണിന് അപേക്ഷിക്കുകയാണെങ്കിൽ ബാങ്ക് എന്നോട് ചോദിക്കും ആധാരം, മുന്നാധാരം, കരമടച്ച രസീത്, ബാധ്യതാ സർട്ടിഫിക്കറ്റ്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, ലൊക്കേഷൻ സ്കെച്ച്, ആ സർട്ടിഫിക്കറ്റ്, ഈ സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി മറ്റേ സർട്ടിഫിക്കറ്റ്, ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം ബഹളമാണ്. പിന്നെ എൻ്റെ ആധാരത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം, ഒരു അക്ഷരം തെളിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം ഞാൻ കൊണ്ടുകൊടുത്ത് മാസങ്ങൾ ഞാൻ നടന്നാലാണ് എനിക്കൊരു ലോൺ കിട്ടുക. എന്നാൽ ഒരു ക്ലർക്കാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു ജോലി കിട്ടണം, ലോണാണ് ജോലി കിട്ടണമെന്നാണ് പറഞ്ഞത്. ലോൺ കിട്ടണമെങ്കിൽ ഒരു ബാങ്ക് എംപ്ലോയിക്ക് ഒരു ലോൺ കിട്ടണമെങ്കിൽ രാവിലെ അപേക്ഷിച്ച ഉച്ചയ്ക്ക് കിട്ടും. കാരണം ബാങ്കിനൊന്നും നോക്കാനില്ല. ഇപ്പം എൻ്റെ മാസത്തെ EMI അടയ്ക്കാനുള്ള കഴിവും പ്രാപ്തിയും എനിക്കുണ്ടോ എന്ന് ബാങ്ക് പല പ്രാവശ്യം അന്വേഷിക്കും ഒരു പുറത്തുള്ള ആളാണെങ്കിൽ. ബാങ്കിൽ എംപ്ലോയിക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം ബാങ്കാണ് ഇയാൾക്ക് സാലറി കൊടുക്കുന്നത്. നിങ്ങളുടെ സാലറി 40,000 രൂപ എന്ന് വിചാരിച്ചു, നിങ്ങളുടെ EMI ഒരു 20,000 ഉള്ളൂ. അത് നിങ്ങൾക്ക് 30 വർഷത്തേക്ക് സാധാരണ പുറത്തുള്ള ആളുകൾക്ക് കൊടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ല ബാങ്കിന്റെ എംപ്ലോയീസിന് കൊടുക്കുന്നത്. വളരെ 3-3.5% അത്രയും ശതമാനമൊക്കെ അതിന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരും. അപ്പോൾ അതിൽ കൊടുക്കുമ്പോൾ ബാങ്ക് ഒരിക്കലും നോക്കുന്നത് 40,000 രൂപ ഇവൻ എന്തായാലും കൊടുക്കണം. ഇവൻ ലോണിന് 20,000 അതിന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചാലും പിന്നെ ഇവൻ 20,000 രൂപ അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ബാങ്കിന് എന്ത് ആലോചിക്കാനാണ്? ഒന്നും ആലോചിക്കാനില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ധാരാളം ബെനിഫിറ്റുകൾ ഒക്കെ ഈ ഒരു ജോലിയുടെ. അതുപോലെ തന്നെ ഹൗസിംഗ് ലോൺ ആയിക്കോട്ടെ, കാർ ലോൺ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എന്നാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പാസ്സാക്കി എടുക്കാം. വളരെ ബാങ്കിൽ കിട്ടി എല്ലാവരുടെ ലോൺ എടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ പറയുകയാണ്, അങ്ങനെയൊക്കെയുള്ള ധാരാളം അവസരങ്ങളുള്ള, ധാരാളം സാധ്യതകളുള്ള, ധാരാളം ആനുകൂല്യങ്ങളുള്ള ഒരു ജോലിയാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇത് കുറച്ച് നാൾ കഷ്ടപ്പെട്ടാൽ ഒരു 60 വയസ്സ് വരെ പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കണം. നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡം എന്നൊരു സാധനമുണ്ട്, വളരെ വലിയൊരു സാധനമാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. ഫിനാൻഷ്യലി നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുക. നിങ്ങളുടെ ആവശ്യത്തിന് അത് ഗ്യാരൻറ്റീഡ് ആയിട്ട്, അതിപ്പോൾ നാളെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു ഇതില്ല, ഒരു ഉറപ്പില്ലാത്തൊരു കാര്യമല്ല. നാളെ കിട്ടും, ഉറപ്പാണ്. എന്ത് കൊറോണ വന്നാലും എന്ത് പ്രളയം വന്നാലും നിങ്ങളുടെ അക്കൗണ്ടിൽ കാശ് വരും എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. അതൊരു വലിയ കാര്യമല്ലേ മക്കളെ? നിങ്ങൾക്ക് ധൈര്യമായിട്ട് കടം മേടിക്കാം. നിങ്ങൾക്ക് നാളെ ശമ്പളം കിട്ടും, തരാം എന്ന് നിങ്ങൾക്ക് പറയാം. അതൊരു വലിയ കാര്യമാണ്. എന്നും ഉണ്ടാവും, 60 വയസ്സ് വരെ ഉണ്ടാവും. സോ നിങ്ങൾക്കും നിങ്ങളുടെ വരുന്ന ഫാമിലിക്കും സെക്യൂർഡ് ആയിട്ടില്ല. പക്ഷെ ഇതിനെല്ലാം വേണ്ട എന്തോ, കാശ് കൊടുത്താൽ കിട്ടുമോ? ഇത് ഇല്ല, കുറച്ച് കഷ്ടപ്പെടണം. ഒരു മാസം, അല്ലെങ്കിൽ ഒരു 2 മാസം, അല്ലെങ്കിൽ ഒരു 3 മാസം നിങ്ങൾ കഷ്ടപ്പെടുക. നിങ്ങൾ നിങ്ങളുടെ ബാക്കി എല്ലാം മാറ്റി വെച്ച് നിങ്ങളുടെ മുന്നോട്ടുള്ള എയിം ഇതായിരിക്കണം. ഒരു 60 വയസ്സ് വരെ എൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ ഒരു 3-4 മാസം വർക്ക് ചെയ്യാൻ എന്നെ കൊള്ളത്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ഞാൻ ആത്മഹത്യ ചെയ്യാൻ പറയുമല്ല കേട്ടോ. സാറ് ഞങ്ങളെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്ന് പറയരുത്. അല്ല, അതിന് പോലും നമ്മളെ കൊള്ളത്തില്ലേ? കൊള്ളാം അല്ലേ? ഒരു 3-4 മാസം കഷ്ടപ്പെട്ടാൽ എത്ര വർഷം, 30 വയസ്സുള്ള ഒരാളാണ് അല്ലെങ്കിൽ 25 വയസ്സുള്ള ആളാണെങ്കിൽ 10-35 വർഷത്തേക്കുള്ള ഭാവി നിങ്ങൾ സുരക്ഷിതമാക്കി അല്ലേ? നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യം എല്ലാം ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാവും. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് നാളൊന്ന് കഷ്ടപ്പെടാൻ റെഡിയാണോ?
ആണെങ്കിൽ ധൈര്യമായിട്ട് അത് ഇന്ന് മുതൽ തുടങ്ങിക്കും. സാർ നാളെ ആയിക്കോട്ടെ, ഞാൻ നാളെ മുതൽ ചെയ്യാം. ഞാൻ അങ്ങനെയല്ല, ഇന്ന് മുതൽ തന്നെ. ഞാൻ പറയില്ല, ഇന്നത്തെ പത്രം മുതൽ വായിച്ചു തുടങ്ങുക, ഇന്നത്തെ കറണ്ട് അഫേഴ്സ് മുതൽ എഴുതി വെച്ച് തുടങ്ങുക, ഇന്നത്തെ വൊക്കാബുലറി മുതൽ പഠിക്കുക, ഇന്ന് മുതൽ ഈ മാത്സ് നമ്മുടെ ആപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ധാരാളം ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ഒരു കോഴ്സും പർച്ചേസ് ചെയ്തില്ലെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആപ്പിലുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് പഠിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ധാരാളം കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക്, ഈ റിസോഴ്സുകളെല്ലാം നിങ്ങൾ ഉപയോഗിക്കുക, മാക്സിമം എഫേർട്ട് എടുക്കുക, നന്നായിട്ട് പഠിക്കുക. ഇത് ഒരു വലിയൊരു അവസരമാണെന്ന് വിചാരിക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകെ ധാരാളം പരീക്ഷകൾ വരും. ഇതിൻ്റെ പുറകെ ഇനി ഒരു മെയ് അവസാനം, ഒരു ജൂണൊക്കെ ആകുമ്പോഴേ, ജൂണിൻ്റെ തുടക്കം ആകുമ്പോഴേക്ക് തന്നെ ആദ്യം വരുന്നത് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ POയും ക്ലർക്കും വരും. അത്യാവശ്യം നല്ല വേക്കൻസീസ് ഉണ്ടായിരിക്കും. അതിൻ്റെ പുറകെ IBPS ക്ലർക്ക്, IBPS PO, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അസിസ്റ്റന്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓഫീസർ വരും. SBIയുടെ തന്നെ PO ചിലപ്പോൾ ഇതിൻ്റെ പുറകെ തന്നെ വരാം. അപ്പോൾ പരീക്ഷകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ തയ്യാറാവുക. എല്ലാത്തിനും ഓരോ കോമൺ സിലബസ് ആണ്. എല്ലാത്തിനും ഇതുപോലെ നിങ്ങൾക്ക് ഇൻഷുറൻസ് പരീക്ഷകളും ഒക്കെ എഴുതാം. പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് കമ്പനികളുണ്ട്, LIC, ഓറിയന്റൽ ഇൻഷുറൻസ്, നാഷണൽ ഇൻഷുറൻസ്, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ്. ഈ പരീക്ഷകളെല്ലാം നിങ്ങൾക്ക് എഴുതാം. അതിനെല്ലാം ഏകദേശം ഒരു യൂണിഫോം സിലബസ് ആണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഒരു എഫേർട്ട് എടുക്കുക, നല്ല രീതിയിൽ അതിനു വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ? ഇനി നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ ഈ പറഞ്ഞതിനകത്തിലോ പരീക്ഷയെ സംബന്ധിച്ചോ എക്സാമിനെ സംബന്ധിച്ചോ നമ്മുടെ കോഴ്സിനെ സംബന്ധിച്ചോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. എനി ക്വസ്റ്റ്യൻസ്? ഒന്നുമില്ല. ഓ, പറഞ്ഞോ മോളെ. സാധാരണ അവർ പറയുന്ന ജനറൽ കാറ്റഗറിക്ക് 4 എന്നാണ് പറയുന്നത്. അല്ലാത്തവർക്ക് അതിൽ കൂടുതലും ഉണ്ട്. 4 6 ആണെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ പുതിയ ഇത് ഞാൻ അതിന് നോക്കിയിട്ടില്ല, അത്രയാണെന്ന് തോന്നുന്നു. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് എഴുതാം. പരീക്ഷ എഴുതി. ഇപ്പം എത്ര പരീക്ഷ എഴുതി മോള്? ധൈര്യമായിട്ട് എഴുതിക്കും. ഇനി 2 3 എഴുതാം, ഒരു കുഴപ്പമില്ല കേട്ടോ. Sir, have some doubts regarding age relaxation for ex-servicemen. Ex-servicemenന് സാധാരണ ഏജ് റിലാക്സേഷൻ 5 ആണ്. പിന്നെ ഈ ഡിസേബിലിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ 10 എന്നൊക്കെ പറയുന്നത്. അത് ഞാൻ കറക്റ്റ് അതിൻ്റെ ഒരു നോട്ടുണ്ട്, ഞാൻ അയച്ചുതരാം. ഗൂഗിൾ ഈ ക്ലാസ്സിന് ശേഷം എനിക്കൊന്ന് മെസ്സേജ് ചെയ്തിരുന്നത്. കറക്റ്റ് അതിൻ്റെ കളർ ബ്ലൈൻഡ്നെസ് ഉള്ളതൊരു പ്രശ്നമാണ്. അല്ലല്ല സാർ, മുൻപ് ചോദിച്ചതുപോലെ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ മദ്രാസ് യൂണിവേഴ്സിറ്റി ത്രൂ BCom എടുത്ത 58.9% ആണ്. ഇത് ക്വാളിഫയിങ് ആണോ ഫോർ ക്ലറിക്കൽ പോസ്റ്റ്? ഓൾസോ POയ്ക്ക് ഡിഫറൻസ് ഉണ്ട്? ഇല്ല, POയ്ക്കും ക്ലർക്കിനും എല്ലാം IBPSന്റെ സെയിം റൂള് തന്നെയാണ് വരിക. ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്, കുഴപ്പമില്ല കേട്ടോ. കളർ ബ്ലൈൻഡ്നെസ് ഉള്ളതില്ല, കുഴപ്പമില്ല. വേറെ any doubts? ഗ്രാജുവേഷൻ മാർക്സ് പ്രശ്നമുണ്ടോ? പാസ്സായാൽ മതി. എനി ഡിഗ്രി പാസ്സാവണം എന്നേ ഉള്ളൂ. സാർ, പ്രിലിമിനറി എക്സാം ടോട്ടൽ 100 മാർക്സ് ആണല്ലോ സാർ ഇതിന് പാസ് മാർക്ക് എത്ര? നമുക്ക് പാസ് മാർക്ക് എന്ന് പറഞ്ഞൊരു സംഭവമില്ല, കട്ട് ഓഫ് ആണുള്ളത്. അത് ഡിപ്പെൻഡ്സ് വേക്കൻസി അനുസരിച്ച്. ഇപ്പോൾ സപ്പോസ് അവർക്ക് 10 പേരെ വേണമെന്ന് വിചാരിക്കാം, 10 ക്ലർക്കുമാരെ വേണമെന്ന് വിചാരിക്കാം. അവർ 100 പേർക്കുള്ള പ്രിലിംസ്, 100 പേരെ പരീക്ഷ 1000 പേര് എഴുതി, 10 പേരെയാണ് വേക്കൻസി ഉള്ളതെന്ന് വിചാരിക്കുക. 1000 പേര് പരീക്ഷ എഴുതി, ഇന്ത്യയിലാകെ 10 വേക്കൻസിയാണ് ഉള്ളത്. അവർ 100 പേരെ പ്രിലിംസ് ക്വാളിഫൈഡ് ആക്കും. എന്നിട്ട് ആ 100 പേരിൽ നിന്ന് മെയിൻസ് എക്സാം നടത്തിയിട്ട് ഒരു 30 പേരെ അല്ലെങ്കിൽ ഒരു 40 പേരെ മെയിൻസ് എക്സാമും ക്വാളിഫൈഡ് ആക്കും. അതിൽ നിന്നാണ് പിന്നീട് 10 പേരെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഈ എത്ര പേര് പരീക്ഷ എഴുതി, പരീക്ഷയുടെ ഡിഫിക്കൽറ്റി ലെവൽ എത്രയാണ്, ഇതെല്ലാം വെച്ചിട്ടാണ് അവരൊരു കട്ട് ഓഫ് ഫിക്സ് ചെയ്യുന്നത്. ഇതിന് മുകളിലുള്ളവരെ എടുക്കും എന്ന് പറയുന്നത്. അത് ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് വേക്കൻസീസ് ആൻഡ് സെക്ഷൻ കട്ട് ഓഫ് ഇല്ല. നമ്പർ ഓഫ് വേക്കൻസീസും അതുപോലെ എക്സാമിൻ്റെ ഡിഫിക്കൽറ്റി ലെവലും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു കട്ട് ഓഫ്. പിന്നെ സ്റ്റേറ്റ് വെച്ചിട്ട്, സ്റ്റേറ്റിൽ നിന്ന് എത്ര ആളുകൾ പരീക്ഷ എഴുതി അത് വെച്ചിട്ട് സ്റ്റേറ്റും ഒക്കെ വെച്ചിട്ടാണ്, സ്റ്റേറ്റിൻ്റെ ഡിഫിക്കൽറ്റി ലെവലും ഒക്കെ വെച്ചിട്ടാണ് ഈ ഓരോ സ്റ്റേറ്റിനും ഓരോ ഡിഫറെൻറ്റ് കട്ട് ഓഫ് വരിക.
എക്സാം ഹോൾ ടിക്കറ്റ് വരുന്നതൊക്കെ എങ്ങനെയായിരിക്കും? എക്സാം ഹോൾ ടിക്കറ്റ് വരുന്നത് നിങ്ങൾക്ക് മെയിൽ വരും. എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആയിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന മെയിലിലേക്ക് വരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡേറ്റ് ഉണ്ടല്ലോ, ഒരു എക്സാമിന് മുൻപ് തന്നെ ഇപ്പം നമ്മളുടെ ചാനൽ ഫോളോ ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിലൂടെ കൃത്യമായിട്ട് പറയും ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്യാനായിട്ടുണ്ടെന്ന് നമ്മൾ പറയും. നിങ്ങൾക്കൊരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടായിരിക്കും IBPS തരുന്ന. ഒരു സെക്കൻഡ്, ഞാൻ വേണമെങ്കിൽ ആ വെബ്സൈറ്റ് അപ്ലൈ. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വെബ്സൈറ്റ്. ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക, നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പോയി കഴിഞ്ഞ് ഇതെല്ലാം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ ID, ഒരു രജിസ്ട്രേഷൻ ID, ഒരു പാസ്വേഡ് കിട്ടും. അത് വെച്ചിട്ട് ലോഗിൻ ചെയ്ത് നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. ആ ഹോൾ ടിക്കറ്റുമായിട്ട് നമുക്ക് എക്സാം. താങ്ക് യു സാർ. ജസ്റ്റ് ഒരു ക്ലാരിഫൈ ചെയ്യാനായിരുന്നു. ലാസ്റ്റ് ടൈം PO നോക്കിയപ്പോൾ 60% IBPS ആപ്ലിക്കേഷൻ. ഓക്കെ. സോ വേറെ എനി ഡൗട്ട്സ്? സോ ഒന്നുമില്ലെങ്കിൽ നമുക്ക് സാർ സെൽഫ് ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യാനുണ്ടോ? അപ്ലൈ ചെയ്യും. ചോദിച്ചോ മോനെ. സെൽഫ് ഡിക്ലറേഷൻ വേണം മോനെ. പറഞ്ഞു. അതെ, അവിടുത്തെ ആ സംസ്ഥാനത്തിൻ്റെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ്. ഇപ്പോൾ കേരളത്തിൽ മലയാളം എന്ന് പറയുന്നില്ല. അത് SBIയുടെ സൈറ്റിൽ നോട്ടിഫിക്കേഷനകത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പരീക്ഷ ഉണ്ടായിരിക്കും. അത് നമ്മുടെ ഫൈനൽ സെലക്ഷൻ. നമുക്ക് പ്രിലിംസ് എഴുതുന്നതിന് അതിൻ്റെ തടസ്സമില്ല. പ്രിലിംസും മെയിൻസും എല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞു വരിക. അത് നമ്മൾ പാസ്സായിരിക്കണം. പറഞ്ഞു. അല്ല, ടെസ്റ്റിൽ വേണം. നമ്മൾ 10th നമ്മൾ പഠിച്ചേക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ടല്ലല്ലോ. ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരിതുണ്ടല്ലോ ഫസ്റ്റിൽ. അങ്ങനെ പഠിച്ചിരിക്കണം എന്നാണ് റൂള് പറയുന്നത്. യെസ്. വേറെ എനി ഡൗട്ട്സ്? എക്സാം സെന്റർ കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും ഉണ്ടെന്ന് തോന്നുന്നു. ആലപ്പുഴ, കൊല്ലം, കോട്ടയം, എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി, ഇപ്പോൾ അതും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനകത്തുണ്ട്. സെക്കൻഡ്, നമ്മുടെ സൈറ്റിനകത്തില് ഇതിലെവിടെയോ അത് എക്സാമിനേഷൻ സെന്റേഴ്സ് എവിടെയൊക്കെയാണെന്നുള്ളത്. അതാണ്ട് പ്രിലിമിനറി എക്സാമിനേഷൻ സെന്റർ. അതിൽ കേരള, ആലപ്പുഴ, ഇടുക്കി, കണ്ണൂർ, കൊച്ചി, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ. ഇത്രയാണ് നമ്മളുടെ എക്സാമിനേഷൻ സെന്റർ വരിക കേരളത്തിൽ. ഇതിലില്ലാത്ത ഏതാ? എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഉണ്ടല്ലോ. ഇത്രയാണ് നമ്മളുടെ എക്സാമിനേഷൻ സെന്ററുകൾ. മെയിൻ എക്സാം വരുന്നത് എല്ലായിടത്തും വരത്തില്ല. മെയിൻ എക്സാം വരുന്നത് പ്രധാനപ്പെട്ട 2 ടൗണിലായിരിക്കും. മിക്കവാറും കൂടുതലും വരിക ട്രിവാൻഡ്രം, കൊച്ചി ആയിരിക്കും മെയിൻ എക്സാം വരിക. കാരണം ഇത്ര അധികം ആളുകളില്ലല്ലോ. അതുകൊണ്ട് മെയിൻ എക്സാം പ്രധാനമായിട്ടും 2 സെന്ററുകളിലൊക്കെ ആയിരിക്കും. സോ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ആൻസർ ചെയ്തോ? സോ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും കോഴ്സിൻ്റെ ഭാഗമാവുക, ജോയിൻ ചെയ്യുക. ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. നാളെ മുതൽ തന്നെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. കാരണം അധികം സമയമില്ല, ക്രാഷ് കോഴ്സ് ആയതുകൊണ്ട്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടായിരിക്കും. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 7:30 മുതൽ. Will this course cover all the exam portions before preliminary examinations? Of course, cover ചെയ്തിരിക്കും. അതിൽ കുറേയൊക്കെ നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ എല്ലാ പോർഷൻസും നമ്മൾ ലൈവിൽ തന്നെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടായിരിക്കും നിങ്ങളെ പ്രിലിംസിന് വിടുക. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. എല്ലാ ക്ലാസ്സിന് ശേഷം, ഇപ്പോൾ ക്ലാസ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പക്ഷേ റെക്കോർഡ് നോക്കി ഇരിക്കേണ്ട, ലൈവ് ക്ലാസ്സിൽ തന്നെ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ അത് റെക്കോർഡായിട്ട് അങ്ങ് തന്നാൽ മതിയല്ലോ. ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. അത് എങ്കിലേ അതിനൊരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. സോ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനുള്ളവർ ജോയിൻ ചെയ്യുക കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എനി ക്വസ്റ്റ്യൻസ്? അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നല്ലപോലെ പഠിക്കാമെന്ന് ഞാൻ പറയത്തില്ല, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സെൽഫായിട്ട് നിങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ട്രെയിനിങ് ആണെന്ന് കരുതുക, അല്ലാതെ കുറേ പഠിക്കാനുള്ള കാര്യങ്ങളല്ല. കുറച്ച് നമ്മുടെ ട്രെയിനിങ് ആണെന്ന് മനസ്സിലാക്കുക. അതിനുവേണ്ടി നന്നായിട്ട് എല്ലാവരും ശ്രമിക്കുക.
സോ മക്കളെ താങ്ക് യു.